വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ ഇന്നത്തെ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ എക്സാമുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 4ന്റെ MCQ ഡിസ്കഷൻ ആണ്. സോ ലാസ്റ്റ് 3 മൊഡ്യൂളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അത് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ സെഷനിൽ മൊഡ്യൂൾ 4ൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്. ഓക്കെ, അപ്പൊ ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള 7 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 7 ചോദ്യങ്ങൾ, ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്തരത്തിലുള്ള 7 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 7 മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്മൂത്ത് ആൻഡ് പോസിറ്റീവ് ഡ്രൈവ്? ഇത്തരത്തിൽ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് സ്മൂത്ത് ആൻഡ് പോസിറ്റീവ് ഡ്രൈവ് ഉണ്ടാവുക? പോസിറ്റീവ് ഡ്രൈവ്. ഓക്കെ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റോപ്പ് ഡ്രൈവ്, ഓപ്ഷൻ ബി വി ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ സി ഗിയർ ഡ്രൈവ്, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പോസിറ്റീവ് ഡ്രൈവ് ഏതാണ്? സ്മൂത്ത് ആൻഡ് പോസിറ്റീവ് ഡ്രൈവ് ഏതാണ്? ബെൽറ്റ് ഡ്രൈവ് ആണോ, അല്ലെങ്കിൽ റോപ്പ് ഡ്രൈവ് ആണോ, ഗിയർ ഡ്രൈവ് ആണോ? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? വേഗം പറഞ്ഞേ. സോ ഒരു പോസിറ്റീവ് ഡ്രൈവ്, ഓപ്ഷൻ എ, ബി, സി, ഡി. യെസ്, ഓപ്ഷൻ ബി. ബിനോയ് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്, മൻസൂർ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിനോയ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ സ്മൂത്ത് ആൻഡ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്ലിപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല, അല്ലെ? അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഡ്രൈവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് ഡ്രൈവ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. എക്സാക്ട് വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന, കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രൈവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് ഡ്രൈവ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. അല്ല, നമുക്ക് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. എന്താണ് അവിടെ? ഇത്തരത്തിലുള്ള പല്ലുകളുടെയൊക്കെ സഹായത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഡ്രൈവ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെ? അതായത് കൃത്യമായിട്ടുള്ള വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ബെൽറ്റ് പുള്ളിയുടെ മുകളിൽ സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മളുടെ പുള്ളിയിൽ നിന്നുള്ള ആ ഒരു പവർ നമുക്ക് തൊട്ടടുത്തുള്ള ഷാഫ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പുള്ളിയിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പോസിറ്റീവ് ഡ്രൈവിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഗിയർ ഡ്രൈവ് ആണ്. പോസിറ്റീവ് ഡ്രൈവിന് എക്സാമ്പിൾ ഏതാണ്? ഗിയർ ഡ്രൈവ്. അത് വിട്ടുകളയരുത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നതിനകത്ത്. ഒരു പോസിറ്റീവ്, എന്താണ് ഈ പോസിറ്റീവ് ഡ്രൈവ്? സോ പോസിറ്റീവ് ഡ്രൈവ് മീൻസ് എ ഗിയർ ഓർ ടൂത്തഡ് വീൽ വിത്ത് നോ സ്ലിപ്പ്, അല്ലെ? യാതൊരു വിധത്തിലുള്ള സ്ലിപ്പ് ഉണ്ടാകാത്ത ഇത്തരത്തിലുള്ള ഗിയർ അല്ലെങ്കിൽ ടൂത്തഡ് വീലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു പോസിറ്റീവ് ഡ്രൈവ് എന്ന് വിളിക്കാം. അപ്പൊ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അവിടെ പല്ല്, അല്ലെ, ടീത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ടീത്തുകൾക്കിടയിൽ മെഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ചെറിയതിനെ നമ്മൾ എന്താ വിളിക്കും? പിനിയൻ എന്ന് വിളിക്കുന്നു. വലുതിനെ നമ്മൾ എന്താ വിളിക്കുക? ഗിയർ വീൽ എന്ന് വിളിക്കുന്നു. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള 2 ഷാഫ്റ്റുകൾ തമ്മിലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ, അല്ലെ? അത്തരത്തിൽ ഷാഫ്റ്റിന്റെ ആ ഒരു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അടുത്തായിരിക്കണം, അല്ലെങ്കിൽ മിനിമം ആയിരിക്കണം. സ്മോൾ സെന്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ ഗിയറുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ഗിയറുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കാര്യം അവിടെ ആ 2 സെന്റർ, ഇപ്പൊ ഇതിന്റെ സെന്റർ, ഇതിന്റെ സെന്റർ, അപ്പൊ ആ 2 സെന്ററും എങ്ങനെയായിരിക്കും? അടുത്തടുത്തായിരിക്കും. എന്നാൽ ബെൽറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പുള്ളി ഉണ്ടെങ്കിൽ ദൂരെ മാറിയിട്ടായിരിക്കും മറ്റൊരു പുള്ളി ഉണ്ടാവുക. സോ അത് തമ്മിൽ ആ ഒരു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. സോ ലോങ് സെന്റർ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് പറയാം. ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ് ഒക്കെ പറയാം. എന്നാൽ തന്നിരിക്കുന്ന ഡ്രൈവുകളിൽ ഏറ്റവും അടുത്തടുത്ത് സ്മോൾ സെന്റർ ഡിസ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് ഗിയർ ഡ്രൈവ്. അതും വിട്ടുകളയരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരു പോസിറ്റീവ് ഡ്രൈവിന് എക്സാമ്പിൾ ഏതാണെന്നുള്ളത് ക്ലിയർ അല്ലേ ബിനോയ്? ഓക്കെ, ഫൈൻ. അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ സ്മോൾ സെന്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗിയർ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഡ്രൈവിന് എക്സാമ്പിൾ ഗിയർ ഡ്രൈവ് ആണ്. ഓക്കെ, ഫൈൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ
എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലിപ്പ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക എവിടെ, ഗിയർ ഡ്രൈവിൽ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ നോർമൽ ഷാഫ്റ്റ് വിത്ത് ലാർജ് സ്പീഡ് റിഡക്ഷൻ? Which type of gear is used to transmit power between normal shaft with large speed reduction? Large speed reduction. Yes, Binoy, option D പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടെ നോക്കൂ, കറക്റ്റ് ആണ്. നിങ്ങൾ സ്പീഡ് റിഡക്ഷൻ എന്നുള്ള വേർഡ് വന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിൽ വോം വീൽ അല്ലെങ്കിൽ വോം ഗിയർ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സത്യത്തിൽ സ്പീഡ് റിഡക്ഷൻ എന്നുള്ള വേർഡ് അവിടെ എവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചോളൂ, അവിടെ വോം ഗിയർ അല്ലെങ്കിൽ വോം വീലിലേക്കായിരിക്കും ഉത്തരം പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഏത് ടൈപ്പ് പവർ ട്രാൻസ്മിഷനിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഗിയറിലാണ് ഇത്തരത്തിൽ എന്താണ് സ്പീഡ് റിഡക്ഷൻ നടക്കുന്നുണ്ടാവുക? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വോം ഗിയർ. വോം ഗിയർ. അപ്പൊ വോം ഗിയർ അതായത് ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ വോം വീൽ അല്ലെങ്കിൽ വോം ആൻഡ് വോം ഗിയർ എന്ന് പറയുന്നത്. Okay, so worm and worm or worm gear is fairly long cylindrical part having thread on the surface. ഇത്തരത്തിൽ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പാർട്ടാണ്, അതിന് മുകളിൽ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ബേസിക്കലി ഇത് ഇത്തരത്തിൽ വോം ഗിയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ബേസിക് ത്രെഡ് പോലെ കാണുന്നുണ്ടാവും. ഓക്കെ, സോ വോം ആൻഡ് വോം വീൽ ആർ ഗിയർ സെറ്റ് ദാറ്റ് ഓഫർ ഹൈ ഗിയർ റിഡക്ഷൻ. ഇത്തരത്തിൽ ഹൈ ഗിയർ റിഡക്ഷൻ ആൻഡ് ടോർക്ക് അല്ലെ. ഇത്തരത്തിൽ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ വോം എന്ന് പറയുന്നത് 300 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഈ പറയുന്ന വീൽ എന്ന് പറയുന്നത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അത്രയാണ് അതിന്റെ പ്രത്യേകത അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ചെറിയ വീല്, ചെറിയ വോം 300 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഈ വീൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അത്രയും സ്പീഡ് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ലാർജ് സ്പീഡ് റിഡക്ഷൻ ആസ് ഹൈ ആസ് 300:1 ഈസ് പോസിബിൾ വിത്ത് ഗിയർ സിസ്റ്റം. ഇത്തരത്തിലുള്ള ഗിയർ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി 300:1 എന്നുള്ള അല്ലെ, ഇത്തരത്തിൽ 300:1 300:1 എന്നുള്ള സ്പീഡ് റിഡക്ഷൻ ഒക്കെ പോസിബിൾ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ലാർജ് സ്പീഡ് റിഡക്ഷൻ എന്നുള്ള കീവേഡ് വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ദാറ്റ് ഈസ് വോം ഗിയർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കി, the upward and downward motion of the spindle of a drilling machine അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഡ്രില്ലിംഗ് മെഷീനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ സ്പിൻഡിൽ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാറുണ്ട്. മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെക്കാനിസം ഏത് ഗിയർ ആണെന്നുള്ളതാണ് ചോദ്യം. സോ ദ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ദ സ്പിൻഡിൽ of a drilling machine is controlled by the mechanism of dash. Option A കൊടുത്തിരിക്കുന്നത് spur gear, option B bevel gear, option C rack and pinion, option D worm gear. Yes, okay, correct ആണ്. സോ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി റാക്ക് ആൻഡ് പിനിയൻ. അപ്പൊ റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്ന ഒരു ഗിയർ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഉണ്ട് അല്ലെ. റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം അല്ലെങ്കിൽ ഗിയർ അല്ലെ, റാക്ക് എന്ന് പറയുന്ന ഗിയർ അല്ലെ. അപ്പൊ അത് എന്താണ് സംഗതി? അപ്പൊ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. ഈ റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്ന ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ നീളത്തിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ഒരു പൊസിഷൻ ഉണ്ടാകും. ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു പാർട്ടിൽ നമുക്ക് കുറേയധികം ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. സോ അതിനെ വിളിക്കുന്ന പേരാണ് റാക്ക് എന്ന് പറയുന്നത്. റാക്ക് ഈസ് എ സ്ട്രെയിറ്റ് ബാർ വിത്ത് ടൂത്തഡ് സർഫസ്. ഒരു സ്ട്രെയിറ്റ് ബാർ പോലെ കാണപ്പെടുന്നുണ്ടാകും. അതിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ സർഫസിലായിട്ട് ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. സോ റാക്ക് ഈസ് എ സ്ട്രെയിറ്റ് ബാർ വിത്ത് എ ടൂത്തഡ് സർഫസ്. ആൻഡ് പിനിയൻ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ, ആ പറയുന്ന റാക്കിന് മുകളിൽ ഓടിക്കളിക്കുന്ന അല്ലെങ്കിൽ മെഷ് ചെയ്യുന്ന ഒരു ചെറിയ ഗിയർ ആണ് ബേസിക്കലി. അതിനെ നമ്മൾ വിളിക്കുന്നു പിനിയൻ എന്ന് വിളിക്കുന്നു. ചെറിയ ഗിയറിനെ പൊതുവെ എന്താ വിളിക്കുക? പിനിയൻ എന്നാ വിളിക്കാറ്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ്? റാക്ക് ആൻഡ് പിനിയൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഈ പറയുന്ന റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം എവിടെ യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കി മാറ്റാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തിരിച്ച് അല്ലെ. ഇത്തരത്തിൽ റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ട് സഹായിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, ഇത്തരത്തിൽ നമ്മൾ റാക്ക് സ്ലൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആയിരിക്കും. പിനിയൻ എന്ന് പറയുന്നത് റോട്ടറി മോഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഈ റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ റാക്ക് വഴി നമുക്ക് പിനിയനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു. സോ
കൺവേർഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ ഇൻ ടു ലീനിയർ മോഷൻ. ഓക്കെ, കൺവേർഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ ഇൻ ടു ലീനിയർ മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റാക്ക് ആൻഡ് പിനിയൻ. ഓക്കെ ആണേ. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന പാരലൽ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഗിയർ മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു ഗിയർ ആണ് റാക്ക് ആൻഡ് പിനിയൻ. പാരലൽ ഷാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, സോ ഈ ഷാഫ്റ്റിന്റെ ആക്സസ് ഇങ്ങനെ പോകുന്നുണ്ടാകും. അതേപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു വലിയ സർക്കിളിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ സർക്കിൾ എന്ന് പറയുമ്പോൾ എ ബിഗ് സർക്കിൾ ആണ്, ഒരു വലിയ സർക്കിൾ ആണ്. അതിന്റെ റേഡിയസ്, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. സോ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. സോ സെന്റർ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു വലിയ സർക്കിളിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നുണ്ടാവുക. അതിന് നമ്മൾ റാക്ക് എന്ന് വിളിക്കുന്നത്. സോ അപ്പോഴും നമ്മുടെ ആ ഒരു സെന്റർ, ഇൻഫിനിറ്റിയിലുള്ള സെന്റർ എന്ന് പറഞ്ഞാൽ എന്തിന് പാരലായിരിക്കും, നമ്മളുടെ പിനിയന്റെ ആക്സിസിന് പാരലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പാരലൽ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഗിയർ തന്നെയാണ് ബേസിക്കലി എന്ത്, റാക്ക് ആൻഡ് പിനിയൻ. നമ്മൾ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, അല്ലെ, ഡബിൾ ഹെലിക്കൽ ഗിയർ, അതുപോലെ തന്നെ റാക്ക് ആൻഡ് പിനിയനും അവിടെ തന്നെയാണ് യൂസ് ചെയ്യുക, പാരലൽ ഷാഫ്റ്റുകളിലാണ്. ഓക്കെ, ഈ പറയുന്ന 3 കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. സോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവിടെ നിന്ന് ചോദിക്കത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഫോർ വി ബെൽറ്റ് ഈസ് യൂഷ്വലി ഡാഷ്. ഇൻക്ലൂഡഡ് ആംഗിൾ ഫോർ എ വി ബെൽറ്റ് യൂഷ്വലി ഡാഷ്. Included angle for a V belt usually dash. Option A 90 degree, option B 40 degree, option C 45 degree, option D 30 degree. ഓക്കെ, ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം 30 ഡിഗ്രിയും 40 ഡിഗ്രിയാണ് കൺഫ്യൂഷൻ വരാൻ സാധിക്കുക. മൻസൂർ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് 30ഉം 40ഉം ആണ്. എന്നാൽ ഈ 30ഉം 40ഉം വന്നാൽ ഉത്തരം നമ്മൾ എന്ത് തന്നെ കൊടുക്കണം, 40 ഡിഗ്രി തന്നെ കൊടുക്കുക കേട്ടോ. മനസ്സിലായി, ശ്രദ്ധിച്ചോ, 40 ഡിഗ്രിയാണ് നമ്മളുടെ ഉത്തരം. വി ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഷേവ് ഉണ്ടാവും അല്ലെ, ഇത്തരത്തിലുള്ള ഒരു പുള്ളിയിൽ ഇങ്ങനെ ഒരു ഷേവ് പോർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂവ് പോർഷൻ കാണും. അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ വി ബെൽറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, വി ബെൽറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ട്രപ്പീസോയിഡൽ ഷേപ്പിലുള്ള വി ബെൽറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാകും. സോ അതിന്റെ ആ ആംഗിൾ എന്ന് പറയുന്നത് അറൗണ്ട് എത്രയാണ്, 40 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മനസ്സിലായി, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഫോർ വി ബെൽറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 40 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇവിടെ ചിത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് അല്ലെ. സോ ഇതാണ് നമ്മുടെ ട്രപ്പീസോയിഡൽ ആയിട്ടുള്ള ആ ഒരു ബെൽറ്റ് ക്രോസ് സെക്ഷൻ. സോ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി ആണ്. 40 ഡിഗ്രി. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വി ബെൽറ്റുകൾ നമുക്കറിയാലോ, 5 സ്റ്റാൻഡേർഡ് ആണുള്ളത്, ABCDE അല്ലെ, A മുതൽ E വരെ ABCDE എന്നുള്ള രീതിയിലാണ് സ്റ്റാൻഡേർഡ് ബെൽറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ക്രോസ് സെക്ഷൻ ആണ് അവിടെ ABCDE എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, കഴിഞ്ഞ വാട്ടർ അതോറിറ്റി ഓവർസിയറിന് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്തരത്തിൽ ബെൽറ്റുമായി ബന്ധപ്പെട്ട്. സോ അത്തരത്തിൽ ബെൽറ്റിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ട് എന്താണ് C അല്ലെങ്കിൽ എന്താണ് E എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ക്രോസ് സെക്ഷൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 ഓവർസിയർ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ വിഡ്ത്തും തിക്നെസ്സും കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ അതനുസരിച്ച് ABCDE വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റാൻഡേർഡാ, അങ്ങനെ 5 സ്റ്റാൻഡേർഡാ ഉള്ളത്. സോ വി ബെൽറ്റ് ഡ്രൈവ് ആർ ജനറലി യൂസ്ഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് ടു ഷോർട്ട് ഫോർ എ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് അല്ലെ. തരത്തിൽ എന്താണ് സാധാരണഗതിയിൽ ടു ഷോർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 4 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരിക. ട്രപ്പീസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മനസ്സിലായി, ഓക്കെ ആണോ? ഒക്കെയാണ്. വി ബെൽറ്റുമായി ബന്ധപ്പെട്ട് വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ട്രപ്പീസോയിഡൽ ആണ്. വി ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ടാവുക ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്, 4 മീറ്റർ ആണ്. വി ബെൽറ്റ് സ്റ്റാൻഡേർഡ് 5 എണ്ണം ഉണ്ട്, ABCDE. ഓക്കെ, ആ ക്രോസ് സെക്ഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ദാറ്റ് ഇസ് വിഡ്ത്തും തിക്നെസ്സും വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറി നിൽക്കും. അങ്ങനെ 5 സ്റ്റാൻഡേർഡ് ആണുള്ളത്. പിന്നീട് നമ്മുടെ ചോദ്യം വന്നത് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The designation of the V belt as per IS 2494, ശ്രദ്ധിക്കാം, IS 2494 is given as C 3048 IS 2494. In the designation, what does 3048 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്?
30-48 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്രോസ് സെക്ഷൻ, ഗ്രേഡ്, ബെൽറ്റ് മെറ്റീരിയൽ, ഇൻസൈഡ് ലെങ്ത്. ആലോചിച്ച് നോക്കി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നോമിനൽ ലെങ്ത്. ഓക്കെ, ഫൈൻ. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോളൂ, കറക്റ്റ് ആണ്, ലെങ്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി അല്ലെ. ഇത്തരത്തിൽ 3048 mm എന്നുള്ളത് ലെങ്ത് ആണ്, അതിന്റെ ഉള്ളിലുള്ള ഇൻസൈഡ് ലെങ്ത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? സോ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഫോർ എക്സാമ്പിൾ ഇവിടെ C3048 IS 2490. അപ്പോ ശ്രദ്ധിക്കുക, വി ബെൽറ്റിന്റെ ഡെസിഗ്നേഷൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം സ്റ്റാൻഡേർഡ് പ്രകാരം 2494 അല്ലെ. ഓക്കെ ആണല്ലോ. വി ബെൽറ്റ് ക്രോസ് സെക്ഷൻ ആണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ABCDE, അതിപ്പം എയും ബിയും സിയും ഡി ഏതായാലും അത് ക്രോസ് സെക്ഷൻ, വി ബെൽറ്റ് ക്രോസ് സെക്ഷൻ. 3048 എന്ന് പറഞ്ഞ നോമിനൽ ഇൻസൈഡ് ലെങ്ത് ഇൻ mm അല്ലെ, ഇൻ അൺടെൻഷൻഡ് സ്റ്റേറ്റ് അല്ലെ, ടെൻഷൻ ഉണ്ടാവാത്ത സമയത്തുള്ള ലെങ്ത്, ദാറ്റ് ഈസ് നോമിനൽ ഇൻസൈഡ് ലെങ്ത് ആണ് ഈ പറയുന്ന സിയോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രോസ് സെക്ഷനോട് ചേർന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണേ, ക്ലിയർ ആണേ. സോ അങ്ങനെയാണ് നമ്മൾ വി ബെൽറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. എ സ്പർ ഗിയർ വിത്ത് 22 teeth and a 28 mm pitch circle diameter will have a circular pitch as dash. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഗിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരികയാണ്. ഒരു സ്പർ ഗിയർ വിത്ത് നമ്പർ ഓഫ് ടീത്ത് 22 ആൻഡ് പിച്ച് സർക്കിൾ ഡയമീറ്റർ അല്ലെ. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡി എത്രയാണ്? 28. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? സർക്കുലാർ പിച്ച് അല്ലെ. സർക്കുലാർ പിച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, പൈ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ആണ് അല്ലെ. പൈ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. അപ്പൊ നമുക്കറിയാം പൈയുടെ വാല്യൂ 3.14. പൈയുടെ വാല്യൂ 3.14 ആണ് നമുക്കറിയാം. പൈയുടെ മറ്റൊരു വാല്യൂ ആണ് 22/7 അല്ലെ. 22/7 സംശയമൊന്നുമില്ലല്ലോ. പൈയുടെ മറ്റൊരു വാല്യൂ നമ്മൾ എന്താണ് ഫ്രാക്ഷനിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 22/7 എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ നമ്മൾ ഇവിടെ കൊടുക്കുക പൈക്ക് പകരം, പൈയുടെ വാല്യൂന് പകരം 22/7 എന്താണ്? 22/7 ഇൻറ്റു അല്ലെ, ഇൻറ്റു എന്താണ്? ദാറ്റ് ഈസ് ഡി എത്രയാ? ഡി 28 ഡിവൈഡ് ബൈ എത്രയാ വരിക? ദാറ്റ് ഈസ് 22 അല്ലെ. അപ്പോ നമുക്ക് അവിടെ 22 ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. 7ഉം 28 എത്ര കൊള്ളും? 7 4 28 അല്ലെ. സോ 4. സോ ഇവിടെ സർക്കുലാർ പിച്ചിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു ചോദ്യം പ്രതീക്ഷിക്കാം. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള, ഒന്നുകിൽ സർക്കുലാർ പിച്ചിന്റെ എന്താണ് ഇക്വേഷൻ ചോദിക്കും, പൈ ഡി ബൈ ടി, അല്ലെങ്കിൽ പൈ ഇൻറ്റു ഡി ബൈ ടിനെ നമുക്ക് എന്ത് വിളിക്കാം? മൊഡ്യൂൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പൈ എം എന്നും എഴുതാം. പൈ എം, ഡി ബൈ ടി എന്ന് പറയുന്ന മൊഡ്യൂൾ, ഡി ബൈ ടി ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ എം. അപ്പോ ഈ പറയുന്ന ഡി ബൈ ടിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? എം എന്ന് കൊടുക്കാം. അപ്പൊ ഓപ്ഷനിൽ എന്തുണ്ടാകും? പൈ എം എന്നുണ്ടാകും. അപ്പൊ അതെന്താണ്? ഉത്തരമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ദ സർഫസ് ഓഫ് ഗിയർ ടൂത്ത് ബിലോ ദ പിച്ച് സർഫസ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഫേസ്, ഓപ്ഷൻ ബി ഫ്ലാങ്ക്, ഓപ്ഷൻ സി ബോട്ടം ടൂത്ത്, ഓപ്ഷൻ ഡി അഡൻഡം. The surface of gear tooth below the pitch surface. പിച്ച് സർഫസിന് താഴെയുള്ള പോർഷൻ എന്താ വിളിക്കുക? ഫേസ്, ഫ്ലാങ്ക്, ബോട്ടം ടൂത്ത്, അഡൻഡം. ഗിയറുമായി ബന്ധപ്പെട്ട്
ഓക്കെ, സോ ഇതാണ് ഗിയർ എന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പിച്ച് സർക്കിൾ. അപ്പൊ പിച്ച് സർക്കിളിന്റെ അവിടെ സർഫസ് ഉണ്ടാവും അല്ലെ, സർഫസ്. പിച്ച് സർഫസിന് താഴെയായിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ഈ പോർഷൻ എന്താ വിളിക്കുക? ജസ്റ്റ് ചെയ്തോളൂ. ഫേസ്, ഫ്ലാങ്ക്, ബോട്ടം, ടൂത്ത്, അഡെൻഡം. യെസ്, ഓപ്ഷൻ സി മൻസൂർ, ഓപ്ഷൻ സി, ബോട്ടം ടൂത്ത്. യെസ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇത്തരത്തിലുള്ള ഗിയറിന്റെ പാർട്ടുകൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ വിളിക്കുക ഫേസ്. ഈ ഒരു പോർഷൻ എന്താ വിളിക്കുക? ഫ്ലാങ്ക്. സോ ബോട്ടം എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ, നമ്മൾ ബോട്ടം എന്ന് പറയാം. ബോട്ടം അല്ലെങ്കിൽ റൂട്ട് ബോട്ടം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മുടെ ആ ഒരു പിച്ച് സർക്കിളിന് താഴെയായിട്ടുള്ള പോർഷൻ എന്താ വിളിക്കുക? ഫ്ലാങ്ക് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഫ്ലാങ്ക്. സോ ഫ്ലാങ്ക് ഓഫ് ടൂത്ത് ഈസ് ദ സർഫസ് ഓഫ് ദ ഗിയർ ടൂത്ത് ബിലോ ദ പിച്ച് സർഫസ്. ഇനി തൊട്ട് മുകളിലാണെങ്കിൽ അതിനെ വിളിക്കുന്നവര് ഫേസ് എന്ന് വിളിക്കുക. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഓഫ് ദ ഗിയർ ടൂത്ത് അബോവ് ദ പിച്ച് സർഫസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഗിയറിന്റെ നോമൻക്ലേച്ചർ, ടെർമിനോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഇതിനകത്ത്? ജിഷ്ണു ഓക്കെ ആണോ? ജിഷ്ണു അറിയാണ്ട് റേസ് ആയതാണോ? ഹാൻഡ് അറിയാണ്ട് റേസ് ആയതാണോ? അതോ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, എക്സ്പ്ലെയിൻ ദ ടെർമിനോളജി. ഓക്കെ, സോ അത് കുറച്ച് ടൈം എടുക്കുന്ന സംഗതിയാണ്. ബേസിക് ആയിട്ടുള്ളത് ഞാൻ പറയാം. ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു സർക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീത്തിനകത്ത് ഓക്കെ ഇവിടെ തന്നെ നോക്കാം നമുക്ക്. സോ ടീത്തിനകത്ത് നമ്മൾ നടുക്കൂടെ പോകുന്ന ഒരു സർക്കിൾ ഉണ്ടാവും. സോ അതിനെ നമ്മൾ പിച്ച് സർക്കിൾ എന്നാണ് വിളിക്കുക. പിച്ച് സർക്കിളിന് മുകളിലുള്ള പോർഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫേസ് എന്ന് വിളിക്കുന്നു. താഴെയുള്ള പോർഷനെ ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നു. മുകളിലുള്ള പോർഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ടോപ്പ് ലാൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നീട് നോക്കി താഴെ കൂടെ, അതായത് റൂട്ടിലൂടെ, സർഫസിലൂടെ കടന്നു പോകുന്ന സർക്കിളിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് സർക്കിൾ എന്ന് വിളിക്കുന്നു. താഴെ കൂടെ പോകുന്ന റൂട്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിഡൻഡം സർക്കിൾ. റൂട്ട് സർക്കിൾ അല്ലെങ്കിൽ ഡിഡൻഡം സർക്കിൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് പിന്നെ ടോപ്പ് സർഫസ് ഉണ്ടല്ലോ, ടോപ്പ് സർഫസിലൂടെ പോകുന്ന ഒരു സർക്കിൾ ഉണ്ടാകും. ആ സർക്കിളിനെ എന്താ വിളിക്കുക? അഡൻഡം സർക്കിൾ. അപ്പോ അഡൻഡം സർക്കിൾ, ഡിഡൻഡം സർക്കിൾ, പിച്ച് സർക്കിൾ. ഓക്കെ, ദെൻ ടോപ്പ് മുകളിലുള്ള സർഫസ്, ഈ ഒരു സർഫസ് ഉണ്ടല്ലോ ടോപ്പ്, അതിനെ വിളിക്കുന്ന പേര് ടോപ്പ് ലാൻഡ്. താഴെയുള്ള സർഫസ് ഉണ്ടല്ലോ ഇതിനെന്താ വിളിക്കുക? ബോട്ടം ലാൻഡ്, ടോപ്പ് ലാൻഡ്, ഫേസ്, ഫ്ലാങ്ക്. ഓക്കെ, ദെൻ അടുത്തടുത്തുള്ള രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ എന്താ വിളിക്കുക? പിച്ച് സർക്കിൾ. അത് ഇവിടെ മുതൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ മുതൽ ഇവിടെ വരെ, സോ ഇവിടെ മുതൽ ഒരു ടീത്ത് തുടങ്ങുന്നത് മുതൽ അടുത്ത ടീത്ത് തുടങ്ങുന്നത് വരെയുള്ള സർക്കുലാർ അല്ലെ, ഈ പറഞ്ഞ പിച്ച് സർക്കിളിനകത്തൂടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിച്ച് സർക്കിളിനകത്തൂടെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വിളിക്കുന്നു സർക്കുലാർ പിച്ച്. അതാണ് പൈ ഡി ബൈ ടി നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. ഓക്കെ, അപ്പോ സർക്കുലാർ പിച്ച് എന്താണ്? അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിത്രത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും നമ്മൾ ആ ചിത്രത്തിലേക്ക് വരാം. ഓക്കെ, സോ ഈ പറയുന്ന ടീത്ത് മുതൽ തൊട്ടടുത്തുള്ള ടീത്തിന്റെ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. സംശയമില്ല. എല്ലാം മുകളിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേരാണ് അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത്. സോ അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത് ഈ മുകളിലൂടെ കടന്നു പോകുന്ന സർക്കിളിനെ. ഏറ്റവും താഴെ വശത്ത്, അതായത് നമ്മുടെ ബോട്ടം സർഫസിലൂടെ കടന്നു പോകുന്ന സർക്കിളിനെ എന്താ വിളിക്കുക? ഡിഡൻഡം സർക്കിൾ അല്ലെങ്കിൽ റൂട്ട് സർക്കിൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡിഡൻഡം സർക്കിൾ അല്ലെങ്കിൽ റൂട്ട് സർക്കിൾ. ഓക്കെ, മുകളിലുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ലാൻഡ് എന്ന് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഫേസ്, പിന്നെ താഴേക്ക് വരുമ്പോൾ ഫ്ലാങ്ക്. ഓക്കെ ആണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഫേസും ഫ്ലാങ്കും ചേരുന്ന പോർഷൻ എന്താ വിളിക്കുക? പ്രൊഫൈൽ എന്ന് വിളിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഫൈൽ. ആ ഒരു ഗിയറിന്റെ പ്രൊഫൈൽ എന്ന് വിളിക്കുക. പ്രൊഫൈൽ. ഓക്കെ അല്ലേ? പ്രൊഫൈൽ. ഓക്കെ, അപ്പൊ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തൊക്കെ തരുന്നതാണ്? ഫേസും ഫ്ലാങ്കും ചേരുന്നതാണ് അല്ലെ. പിച്ച് എന്താണ്? ഓക്കെ, സർക്കുലാർ പിച്ച് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സർക്കുലാർ പിച്ച്. അപ്പൊ അഡൻഡം ഡിഡൻഡം എന്താണ്? ഈ പറയുന്ന സർക്കുലാർ പിച്ചിൽ നിന്ന് മുകളിലേക്ക് എടുക്കുന്ന റേഡിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അഡൻഡം എന്ന് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ സർക്കുലാർ പിച്ചിൽ നിന്ന് താഴേക്ക് നമ്മൾ റൂട്ടിലേക്ക് എടുക്കുന്ന റേഡിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിഡൻഡം എന്ന് വിളിക്കുക. ഡിഡൻഡം. ആ കറസ്പോണ്ടിങ് സർക്കിളിനെയാണ് അഡൻഡം സർക്കിൾ എന്നും ഡിഡൻഡം സർക്കിൾ എന്നും വിളിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണോ? ചോദിച്ചത് ആരായിരുന്നു അത്? ഓക്കെ ആണോ?
ജിഷ്ണു ആയിരുന്നു ചോദിച്ചത്. ജിഷ്ണു ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അത് ഇതാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയതാ മതി. ഓക്കെ, നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക, സെഷൻ ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ എനിക്കൊന്നും അതിനകത്ത് ക്ലിയർ ആവും. ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? ജിഷ്ണുവിനെ ഒരു ടെർമിനോളജി പൂർണ്ണമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ അത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഓക്കെ ആണെങ്കിൽ, സംശയമൊന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഗതി. ഓക്കെ, ഫൈൻ. സോ വരുന്ന മുന്നോട്ടുള്ള ചോദ്യങ്ങളിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഒന്ന് ക്ലിയർ ആക്കും. ഒന്നുകൂടെ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നിൽക്കാരം നോക്കിയേ, ചോദ്യം നോക്കിയേ. ദ പ്രോഡക്റ്റ് ഓഫ് സർക്കുലാർ പിച്ച് ആൻഡ് ഡയമട്രൽ പിച്ച്. The product of circular pitch and diametral pitch 2 pi 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 by 2 1. The product of circular pitch and diametral pitch. The product of circular pitch pi d by t. അതാണ് സർക്കുലാർ പിച്ച്. സംശയമൊന്നുമില്ലല്ലോ. സർക്കുലാർ പിച്ച് എന്ന് പറഞ്ഞാൽ പൈ ഡി ബൈ ടി. തൊട്ട് മുന്നേ നമ്മൾ പ്രോബ്ലം ചെയ്തു തന്നു, പൈ ഡി ബൈ ടി. ഈ ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ടി ബൈ ഡി. ടി ബൈ ഡി അല്ലെ? ഡയമട്രൽ പിച്ച് ടി ബൈ ഡി. ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് ഗുണനഫലം എന്തായിരിക്കും? അറിയാം, ടിയും ക്യാൻസൽ ചെയ്ത് പോവും, ഡിയും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എന്താ നമ്മൾ അതിന്റെ ഗുണനഫലം പ്രോഡക്റ്റ് എന്താണ്? പൈ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് സർക്കുലാർ പിച്ച് ആൻഡ് ഡയമട്രൽ പിച്ച്. അപ്പോൾ സർക്കുലാർ പിച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഡയമട്രൽ പിച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇക്വേഷനകത്ത് ക്യാൻസൽ ചെയ്ത് പോകും. ഉത്തരം വളരെ സിമ്പിൾ ആണ് അല്ലെ? പൈ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പ്രോഡക്റ്റ് ഓഫ് സർക്കുലാർ പിച്ച് ആൻഡ് ഡയമട്രൽ പിച്ച് എന്താ? പൈ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് സർക്കുലാർ പിച്ച് പൈ ഡി ബൈ ടി. ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞാൽ ടി ബൈ ഡി അല്ലെങ്കിൽ 1 ബൈ മോഡ്യൂൾ. സോ മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഡി ബൈ ടി. സോ 1 ബൈ മോഡ്യൂൾ എന്ന് പറയുന്നത് ടി ബൈ ഡി. സോ 1 ബൈ മോഡ്യൂൾ ഇൻറ്റു കറസ്പോണ്ടിങ് ദാറ്റ് ഈസ് പൈ ഡി ബൈ ടി ഇൻറ്റു ടി ബൈ ഡി. ഉത്തരം പൈ. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ യൂസ്ഡ് ഇൻ കണക്ടിങ് ടു കോപ്ലനാർ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലുള്ള കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഗിയർ ഏതാണ്? വോം ആൻഡ് വോം വീൽ, ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ, ബിവൽ ഗിയർ. വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ യൂസ്ഡ് ഇൻ കണക്ടിങ് ടു കോപ്ലനാർ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്? വേഗം പറഞ്ഞോളൂ, എക്സാം ഒക്കെ അടുത്തായി നമുക്ക് അല്ലെ? അപ്പൊ ഇതൊക്കെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിൽ ഒരേ പ്ലെയിനിലുള്ള 2 ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഗിയർ ഏതാണ്? സിമ്പിൾ ചോദ്യം. വേം ആണോ, ഹെലിക്കൽ ആണോ, സ്പർ ആണോ, ബിവൽ ആണോ? ഗസ് ചെയ്തോ, കുഴപ്പമില്ല, നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ ഓരോന്നും. വോം ആൻഡ് വോം വീൽ. ഓക്കെ, ഞാൻ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വോം ആൻഡ് വോം വീൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാരലൽ ഷാഫ്റ്റിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വോം ആൻഡ് വോം വീൽ എവിടെ യൂസ് ചെയ്യുക? പാരലൽ ഷാഫ്റ്റ്. പാരലൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എവിടെങ്കിലും വന്ന് മുട്ടുമോ? ഇല്ല അല്ലെ? നേരത്തെ പറഞ്ഞിരുന്നു വോം ആൻഡ് വോം വീലുമായി ബന്ധപ്പെട്ട്, ഓർക്കുന്നുണ്ടോ? വോം ആൻഡ് വോം വീലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ ഷാഫ്റ്റിലാണ്. കാര്യം പാരലൽ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ആക്സിസ് പാരലൽ ആകുമ്പോൾ എവിടെങ്കിലും വന്ന് ഇന്റർസെക്ട് ചെയ്യൂല, പാരലായിട്ട് പൊക്കോട്ടേ ഇരിക്കുകയാണ്. അപ്പൊ വോം ആൻഡ് വോം വീൽ അല്ല. സോ അതെങ്ങനെ വരില്ലല്ലോ. യെസ്, ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ, ഡബിൾ ഹെലിക്കൽ ഗിയർ, വോം ആൻഡ് വോം വീൽ എല്ലാം പാരലൽ ഷാഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അല്ലാത്തേതാ? ബെവൽ ഗിയർ അല്ലെ? ബെവൽ ഗിയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബിവൽ ഗിയർ ആണ് ഉത്തരമായിട്ട് വരിക. സോ ഈ ചിത്രത്തില് ഏതാ ബിവൽ ഗിയർ? ഈ ചിത്രത്തിലെ ബെവൽ ഗിയർ എന്ന് പറഞ്ഞ ഇതാ. ഈ 2 ആക്സിസ് ഉണ്ടോ? 2 ആക്സിസ് കൂട്ടിമുട്ടും 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഗിയർ ആണ് ബിവൽ ഗിയർ. ഈ രണ്ട് ആക്സിസ് ഉണ്ടോ? പാരല. സോ ഈ 2 ആക്സിസ് ഉണ്ടോ? പാരല. സോ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താ?
പാരലൽ അല്ല, പക്ഷെ ഇന്റർസെക്റ്റിംഗും അല്ല, രണ്ടും രണ്ട് പ്ലെയിനിലാണ് ശരിക്കും പറഞ്ഞത്. സോ ഇതിനെ നമ്മൾ സ്ക്യൂ ഷാഫ്റ്റ് എന്ന് വിളിക്കാം. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, സ്ക്യൂ ഷാഫ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, സ്ക്യൂ ഷാഫ്റ്റ്. സോ അതിന് എക്സാമ്പിൾ ആണ് വേം ആൻഡ് വേം വീൽ. റാക്ക് ആൻഡ് പിനിയൻ, സോ റാക്ക് ആൻഡ് പിനിയൻ ആണ് നമ്മൾ നേരത്തെ കണ്ടത് പാരലൽ ഷാഫ്റ്റുകൾ. ശ്രദ്ധിക്കുക, വേം ആൻഡ് വേം വീൽ എന്ന് പറഞ്ഞാൽ സ്ക്യൂ ഷാഫ്റ്റ് ആണ് യൂസ് ചെയ്യുക, സ്ക്യൂ ഷാഫ്റ്റ്. റാക്ക് ആൻഡ് പിനിയൻ ആണ് ഇത്തരത്തിൽ പാരലൽ ഷാഫ്റ്റുകൾ. ഓക്കെ, എനിക്ക് കൺഫ്യൂഷൻ വന്നതാണ്. റാക്ക് ആൻഡ് പിനിയൻ ആണ് പാരലൽ ഷാഫ്റ്റ്, വേം ആൻഡ് വേം വീൽ സ്ക്യൂ ഷാഫ്റ്റ്. ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ ഒക്കെ പാരലൽ ഷാഫ്റ്റ് തന്നെയാണ്. ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിന് എക്സാമ്പിൾ ഡ്യുവൽ ഗിയർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ശ്രദ്ധിച്ചോളൂ, ഇവിടെ 4 ഗിയറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഇത് ഹെലിക്കൽ ഗിയർ ആണ്, ഹെലിക്കൽ ഗിയർ. ഇത് സ്പർ ഗിയർ. ഇത് വേം ആൻഡ് വേം വീൽ. ഇത് ബെവൽ ഗിയർ. ഓക്കെ, അപ്പോ ഹെലിക്കൽ ഗിയറുകൾ പാരലൽ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നു, സ്പർ ഗിയറുകൾ പാരലൽ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നു, ബിവൽ ഗിയർ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വേം ആൻഡ് വേം വീൽ എവിടെ യൂസ് ചെയ്യുന്നത്? നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണ്? ക്ലിയർ ആണോ? ഇനി ചോദ്യം ഒന്ന് ചെയ്തൂടെ? ഏതൊക്കെ ഷാഫ്റ്റുകളിൽ, വളരെ സിമ്പിൾ ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ഷാഫ്റ്റ് കണ്ടീഷനിലാണ് ഏതൊക്കെ ഗിയറുകൾ യൂസ് ചെയ്യുന്നു? പാരലൽ ഷാഫ്റ്റിൽ ഏത് യൂസ് ചെയ്യുന്നു? ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിൽ ഏത് യൂസ് ചെയ്യുന്നു? നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിൽ ഏത് യൂസ് ചെയ്യുന്നു? എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ഡബിൾ ഹെലിക്കൽ ഗിയർ, അതുപോലെ തന്നെ റാക്ക് ആൻഡ് പിനിയൻ, ഈ 4 പേരും പാരലൽ ഷാഫ്റ്റ്. അതുപോലെ തന്നെ ബിവൽ ഗിയർ, മിറ്റർ ഗിയർ, മറ്റൊരു ഗിയറാണ് മിറ്റർ ഗിയർ. ബിവൽ ഗിയർ, മിറ്റർ ഗിയർ രണ്ടും നമുക്ക് പറയാം ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. വേം ആൻഡ് വേം വീൽ അല്ലെ, വേം ആൻഡ് വേം വീൽ അല്ലെങ്കിൽ നമുക്ക് പറയാം അത് നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റ് ആണ്, സ്ക്യൂ ഷാഫ്റ്റ്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. നോക്കി, ദ മോഡ്യൂൾ ഓഫ് 2 mating gear must be dash. The module of 2 mating gear must be dash, equal, double, different, none of the above. മേറ്റ് ചെയ്യുന്ന 2 ഗിയറുകൾ ആ മൊഡ്യൂൾ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, ഡബിൾ ആയിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം, നൺ ഓഫ് ദി അബവ്. യെസ്, ഓപ്ഷൻ എ. ജിഷ്ണു കറക്റ്റ് ആണ്. ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, ഈക്വൽ. ശ്രദ്ധിക്കാം, നമ്മള് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് d/t അല്ലെ, d/t ആണ്. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. ആ മൊഡ്യൂൾ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കണം. ഇവിടെ 2 ഗിയറുകൾ മേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ 2 ഗിയറുകൾ മേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും മൊഡ്യൂൾ സെയിം ആയിരിക്കണം. M1 അല്ലെങ്കിൽ M1 is equal to M2 എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, the number of teeth divided by the length of pitch circle diameter is known as dash. Number of teeth divided by length of pitch circle diameter is known dash. Number of teeth divided by pitch circle diameter is known as dash. Option A module, option B circular pitch, option C diametric pitch, option D clearance. ഏതായിരിക്കും? യെസ്, കറക്റ്റ് ആണ് ജിഷ്ണു, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഡയമീറ്ററൽ പിച്ച്. അപ്പോ റിലേഷൻ എത്രയേ ഉള്ളൂ? നമ്മൾ ആദ്യം കൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ d/t, that is pitch circle diameter divided by number of teeth. Then എന്താണ് പിച്ച് സർക്കിൾ? പിന്നെ മനസ്സിലാക്കുന്നത് ഡയമീറ്ററൽ പിച്ച്. Diametral pitch is equal to 1 by module, that is T/D. Circular pitch, that is pi d divided by t.
ഓക്കെ, ഇത്രയും അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ mm അല്ലെ. നോക്കി, അതാണ് സംഗതി. ദാറ്റ് ഈസ് ടി ബൈ ഡി. ടി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ പിച്ച് ആണ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണ്. അപ്പൊ മോഡ്യൂൾ എന്താണ്? സർക്കുലാർ പിച്ച് എന്താണ്? ഡയമീറ്റർ പിച്ച് എന്താണ്? ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. 0.157 മോഡ്യൂൾ എന്നുള്ള വാല്യൂ ആണ് ക്ലിയറൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓർത്തിരിക്കുക. മറ്റു ചോദ്യം, the distance measured along the circumference of pitch circle from a point on tooth to the corresponding point of adjacent tooth is known as dash. Gear ratio, circular pitch, diametral pitch, clearance. The distance, yes. The distance measured along the circumference of pitch circle. Pitch circle ലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നു. ഒരു ടീത്തിന്റെ ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്തുള്ള ടീത്തിന്റെ മറ്റൊരു പോയിന്റ് വരെ എടുക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ പിച്ച്. സംശയമൊന്നുമില്ലല്ലോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലാർ പിച്ച്, ഡയമീറ്റർ പിച്ച്, മൊഡ്യൂള്, ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, the ratio of circumference of pitch circle to the number of teeth. The ratio of circumference of pitch circle to the number of teeth is known as gear ratio, circular pitch, diametral pitch, clearance. The ratio of circumference of pitch circle to the number of teeth. സർക്കംഫറൻസ് ഓഫ് പിച്ച് സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? സർക്കംഫറൻസിന്റെ വാല്യൂ എന്താ ഇപ്പോഴാ വരിക? ദാറ്റ് ഈസ് പൈ ഡി. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. സർക്കംഫറൻസ് ഓഫ് പിച്ച് സർക്കിളിന്റെ സർക്കംഫറൻസ് ദാറ്റ് ഈസ് പൈ ഡി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്, പൈ ഡി ബൈ ടി. അഗെയിൻ വീണ്ടും ഞാൻ അത് പറയല്ലേ, ഓക്കെ ആണോ? പൈ ഡി ബൈ ടി അഗെയിൻ വന്നു. പൈ ഡി ബൈ ടി എന്ന് പറഞ്ഞാൽ ഗിയർ റേഷ്യോ ആണോ? അല്ല, ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടി ബൈ ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി. ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്തുകളുടെ റേഷ്യോ ആണ്. അപ്പൊ പിനിയൻ ഉണ്ടെങ്കിൽ അത് സ്മോൾ ടി, ഗിയർ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടി ക്യാപിറ്റൽ ടി. അപ്പോ ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി എന്നുള്ളതാണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. സർക്കുലാർ പിച്ച് എന്ന് പറയുന്നത് പൈ ഡി ബൈ ടി. ഡയമീറ്ററൽ പിച്ച് എന്ന് പറഞ്ഞാൽ ടി ബൈ ഡി. ക്ലിയറൻസ് 0.157 ടൈംസ് മോഡ്യൂൾ. ഓക്കെ ആണോ? ഇവിടെ ഉത്തരം എന്താ വരിക? സർക്കുലാർ പിച്ച്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കേ. റേഷ്യോ ഓഫ് സർക്കംഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്താണ്? പൈ ഡി. ഡി ആണ് ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ പൈ ഡി. റേഷ്യോ മീൻസ് പൈ ഡി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്, ടി. പൈ ഡി ബൈ ടി എന്താണ്? സർക്കുലാർ പിച്ച്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ അത് മനസ്സിലാക്കി എഴുതുക. മറ്റൊരു ചോദ്യം, ഗിയർ വീൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ ഈസ് ഓൾസോ നോൺ as. Gear wheel of infinite diameter is also known as. Option A pinion, option B rack, option C worm, option D helical gear. ആലോചിച്ച് നോക്കൂ. ഗിയർ വീലിന്റെ ഡയമീറ്റർ ഇൻഫൈനൈറ്റ് ആണ്, വിദൂരം, പ്രത്യേകിച്ച് സെന്ററില്ല, ഇൻഫിനിറ്റിയിലുള്ളത് ഏതാ? യെസ്, ഓപ്ഷൻ ബി റാക്ക്. ചോദ്യം വരാം. ഓക്കെ, ഗിയർ വീൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ ഈസ് ഓൾസോ നോൺ as റാക്ക്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, the radial distance between the top of tooth of one gear and the bottom of tooth space of mating gear is called dash. The radial distance between the top of tooth to the one gear to the bottom of the tooth space of the mating gear. So pitch circle, addendum, dedendum, clearance. Yes. എന്താ വരിക? അല്ല. Okay. Radial distance between the top of the tooth
of the one gear and bottom of the tooth space of meeting gear. Okay, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു ടീത്ത് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ടീത്ത് ഉണ്ടെന്നിരിക്കട്ടെ, ഇതാണ് ഒരു ടീത്ത്, മറ്റൊരു ടീത്ത് ഇവിടെ ഉണ്ടല്ലേ, മേറ്റ് ചെയ്യാണ്. മറ്റൊരു ഗിയർ ഇവിടെ ഉണ്ടല്ലോ, ഗിയർ ഇവിടെ ഉണ്ട്. സോ അപ്പോ ഗിയർ ഇങ്ങനെ മേറ്റ് ചെയ്യാന്നിരിക്കട്ടെ, രണ്ട് ടീത്ത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ഗിയർ ഉണ്ട്, ഇവിടെ ഗിയർ മേറ്റ് ചെയ്യാണ്. സോ ആ സമയത്ത് രണ്ട് ടീത്തുകൾ ഇങ്ങനെ മേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ടൂത്ത് അല്ലെ, ഇത്തരത്തിൽ ഒരു ഒന്നാമത്തെ ഗിയർ, രണ്ടാമത്തെ ഗിയർ, ഒന്നാമത്തെ ഗിയറിന്റെ ആ ഒരു ടോപ്പ് സർഫസും, എന്നാൽ ഒരു ഗിയറിന്റെ വൺ ഗിയറിന്റെ ടോപ്പും മറ്റൊരു ഗിയറിന്റെ ബോട്ടവും, മറ്റൊരു ഗിയറിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിന്റെ ബോട്ടം എന്ന് പറയുന്നത് എവിടെയാണ്? സോ ഇതല്ലേ നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത്, ബോട്ടം. സോ ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്താ വിളിക്കുക? ഈ ഡിസ്റ്റൻസിന് എന്താ വിളിക്കുക? മേറ്റ് ചെയ്യുന്ന ഗിയറുകളിൽ ഒരു ഗിയറിന്റെ ടോപ്പ് സർഫസും മേറ്റ് ചെയ്യുന്ന മറ്റൊരു ഗിയറിന്റെ ബോട്ടം സർഫസിനും ഇടയിലുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു റേഡിയൽ ഡിസ്റ്റൻസ്, അതിനെന്താ വിളിക്കുക? ഓപ്ഷൻ എ പിച്ച്, യെസ്. ഓപ്ഷൻ ബി അഡൻഡം, ഓപ്ഷൻ സി ഡിഡൻഡം, ഓപ്ഷൻ ഡി ക്ലിയറൻസ്. അപ്പൊ അത് തന്നെ സംഭവം, ക്ലിയറൻസ് ആണ് സംഗതി. ഓക്കെ അല്ലേ? ക്ലിയറൻസ് അല്ലേ? ഓക്കെ ഫൈൻ. ക്ലിയറൻസിന്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 0.157 ടൈംസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ. അഡൻഡത്തിന്റെ വാല്യൂ 1 മൊഡ്യൂൾ, ഡിഡൻഡത്തിന്റെ വാല്യൂ 1.157 മൊഡ്യൂൾ. ക്ലിയറൻസ് എന്ന് പറയുന്നത്, ക്ലിയറൻസ് സി എന്ന് പറയുന്നത് അതൊരു കുറച്ചാൽ മതി, ദാറ്റ് ഈസ് 0.157 മൊഡ്യൂൾ അല്ലെ. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് രണ്ടോട് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 2.157 മൊഡ്യൂൾ. കാര്യം ഇത് രണ്ടോട് ആഡ് ചെയ്താൽ മതി, ടോട്ടൽ. ഓക്കെ അല്ലേ? ഫൈൻ. മറ്റൊരു ചോദ്യം, ദ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് ഗിയർ ടൂത്ത് ഫ്രം pitch circle to the bottom of the tooth. The radial distance of gear tooth from the pitch circle to the bottom of the tooth. Bottom of the tooth. Pitch circle നിന്നും താഴേക്ക് distance, yes. Option D, ഡിഡൻഡം. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി, ഡിഡൻഡം. ഓക്കെ ആണല്ലോ? മനസ്സിൽ സംഗതി വരുന്നുണ്ടല്ലോ? ഓക്കെ. ദ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് ഗിയർ ടൂത്ത് ഫ്രം ദ പിച്ച് സർക്കിൾ ടു ദ ബോട്ടം ഓഫ് ദ ടൂത്ത് ഈസ് കോൾഡ് ഡിഡൻഡം. ഇതിനെ വിളിക്കുന്ന, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിഡൻഡം. ഇവിടെ നിന്ന് മുകളിലേക്ക് ടോപ്പ് ലാൻഡിൽ എടുക്കുന്ന, അല്ലെങ്കിൽ ടോപ്പിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് അഡൻഡം. ഇത് ഡിഡൻഡം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഫൈൻ. മറ്റൊരു ചോദ്യം നോക്കി. The axis of a pair of spur gear. The axis of a pair of spur gear are 200 mm apart. അതായത് നമ്മൾ ഒന്നാമത്തെ ഗിയർ കൺസിഡർ ചെയ്യാണ്, അതിന്റെ സെന്റർ, തൊട്ടടുത്തുള്ള മറ്റൊരു ഗിയർ കൺസിഡർ ചെയ്യാണ്, അതിന്റെ സെന്റർ. ഈ രണ്ട് സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുക. എന്താ വിളിക്കുക? സെന്റർ ഡിസ്റ്റൻസ് സി അല്ലെ. സെന്റർ ഡിസ്റ്റൻസ് സി ഡി എന്ന് എടുത്തോ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കൂ, ചോദ്യം എന്താണ്? ആക്സിസ് ഓഫ് എ പെയർ ഓഫ് സ്പർ ഗിയർ ആർ 200 mm അപ്പാർട്ട്. അതായത് സെന്റർ ഡിസ്റ്റൻസ് 200 mm ആണ്. 200 mm ആണ്. ദ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്, ഗിയർ റേഷ്യോ തന്നിട്ടുണ്ട് 3/1, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി. ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 3 ടൈംസ് സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 3 ടൈംസ് സ്മോൾ ടി ആണ്. കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലാക്കാം അല്ലെ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 3 ടൈംസ് സ്മോൾ ടി ആണ്. ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ. പിനിയൻ എന്ന് പറഞ്ഞാൽ ചെറുത്, ദാറ്റ് ഈസ് സ്മോൾ ടി എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡ്യൂളാ. മോഡ്യൂൾ ഈസ് ഈക്വൽ ടു ഡി ബൈ ടി. മോഡ്യൂൾ ഈസ് ഈക്വൽ ടു ഡി ബൈ ടി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 20 എന്ന് പറയുന്ന സ്മോൾ ടി ഇവിടേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം
ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 3 × 20 60. സ്മോൾ ടി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടി നമ്മൾ കണ്ടുപിടിച്ചു. മോഡ്യൂൾ ആണ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. മോഡ്യൂൾ കണ്ടുപിടിക്കാൻ d/t. നമുക്ക് ഈ സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെന്റർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡ്യൂൾ ഡിവൈഡ് ബൈ 2 × ക്യാപിറ്റൽ ടി പ്ലസ് സ്മോൾ ടി. മോഡ്യൂൾ ഡിവൈഡ് ബൈ 2 × ക്യാപിറ്റൽ ടി പ്ലസ് സ്മോൾ ടി. ദെൻ സി ഡി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 200 ഈസ് ഈക്വൽ ടു മോഡ്യൂൾ നമുക്ക് കണ്ടുപിടിക്കണം. മോഡ്യൂൾ ഡിവൈഡ് ബൈ 2 × ക്യാപിറ്റൽ ടീം സ്മോൾ ടീം ആഡ് ചെയ്യുന്നത് നമുക്കറിയാം 20 + 60 80 നമ്പർ ഓഫ് ടീത്ത് അല്ലെ, 80 ടീത്ത് ആണ്. അപ്പോ 80. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 ഈസ് ഈക്വൽ ടു m × 80. അപ്പൊ m ഈസ് ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 80 അല്ലെ, എത്ര വരും നമുക്കറിയാം. എത്രയാണ്? 5 അല്ലെ. ക്ലിയർ ആണോ? സോ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ലെങ്തി ആണ്. എന്നാൽ കാര്യം ക്ലിയർ ആണോ? നമ്മളോട് ചോദിക്കുന്നുണ്ടാവും ഒരു പക്ഷേ സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോ മറ്റു കാര്യങ്ങളും ആകാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ, എക്സ്ട്രീം പ്രോബ്ലം ആണെങ്കിൽ തന്നെയും സംഗതി മനസ്സിലായോ? ഓക്കെ ആണോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. ചെയ്തു നോക്കുന്നുണ്ടോ? ചെയ്തു നോക്കാൻ കഴിയുന്നുണ്ടോ? ചെയ്തു നോക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാനാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? 4 പേരുണ്ട്. 4 പേർക്ക് അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിലാവാത്തതോ ഉണ്ടോ? ഓക്കെ ആണോ? ഇതെങ്ങനെയാണ് സംഗതി വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. സി ഡി. ഓക്കെ. അത് ഒന്നുമില്ല. അത് അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. അതിന്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ഞാനൊന്ന് പറയാം. അതെങ്ങനെയാണ് ആ വാല്യൂ വന്നതെന്നുള്ളതല്ലേ. ഓക്കെ, ഫൈൻ. അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ പറയുന്ന രണ്ട് ഗിയറുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇത് സ്മോൾ ആറുമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് ബേസിക്കലി ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ അല്ലേ. അപ്പൊ ഈ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന രണ്ടിന്റെയും മൊഡ്യൂൾ എന്ന് പറയുന്നത് എം തന്നെയാണ്. ഇവിടെയും എം തന്നെയാണ്, ഇവിടെയും. കാര്യം അത് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ 2 ഗിയറുകൾ മേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും കോമൺ മൊഡ്യൂളുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ d/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ സ്മോൾ നമുക്കറിയാം സ്മോൾ d/2 എന്ന് എഴുതാം. എന്നാൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം d/t ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് d ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം mt എന്ന് എഴുതാം. അപ്പൊ ഈ ഡിക്ക് പകരം ഞാനിവിടെ mt കൊടുക്കുകയാണ്. സോ mt /2 പ്ലസ് എന്താണ് അതുപോലെ തന്നെ മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു സ്മോൾ d/t. അപ്പൊ അത് തന്നെ ഇവിടെ എന്താണ് m സ്മോൾ t വരും. m സ്മോൾ t/2. m കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, അല്ലെങ്കിൽ m/2 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, പ്ലസ് ക്യാപിറ്റൽ ടി പ്ലസ് സ്മോൾ ടി ആണ് നമ്മളുടെ സി ഡി എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ഡെറിവേഷൻ. ഓക്കെ ആണോ? ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് ആ വാല്യൂ കിട്ടിയെന്നുള്ളതാണ്. ഈ പറഞ്ഞ സെന്റർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു m/2 × t + t. ജിഷ്ണു ആണോ അത് ചോദിച്ചത്? ആരായിരുന്നു ചോദിച്ചത്? ജിഷ്ണു ആയിരുന്നോ ചോദിച്ചത്? ഓക്കെ, ജിഷ്ണു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട ജിഷ്ണു നമുക്ക്. അപ്പൊ ചോദിച്ചത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. സെന്റർ ഡിസ്റ്റൻസ് സി ഡി ഇസ് ഈക്വൽ ടു m/2 ഇൻറ്റു ടി പ്ലസ് സ്മോൾ ടി. ഇക്വേഷൻ അതൊന്ന് മനസ്സിലാക്കുക. അതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണ്ട, അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ, കയ്യിലൊന്ന് നോട്ട് ചെയ്തിട്ടോളൂ ഇക്വേഷൻ. ഓക്കെ, ചിലപ്പോൾ ഒരു പക്ഷേ ഡയറക്റ്റ് നിങ്ങളോട് സെന്റർ ഡിസ്റ്റൻസ് ഡയറക്റ്റ് ചോദിക്കും, ഒന്നുമില്ല ബാക്കിയെല്ലാം തരും, സ്മോൾ ടീം ക്യാപിറ്റൽ ടീം എം മോഡ്യൂളും ഒക്കെ തന്നിട്ട് സെന്റർ ഡിസ്റ്റൻസ് മാത്രം ചോദിക്കും. അപ്പോഴും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഈ ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിക്കാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലായെങ്കിൽ അതോടെ നോട്ട് ചെയ്ത് വെച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഫോർ ഡയമെട്രിക്കൽ പിച്ച്. ഇല്ല, ഡയമെട്രിക്കൽ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ മാത്രം ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. ദാറ്റ് ഈസ് T/D എന്നുള്ളതാണ്. T/D അങ്ങനെ പഠിച്ചോളൂ. അങ്ങനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ടൊന്നും ഇല്ല. എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡ് ബൈ സർക്കുലർ പിച്ച്, പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിക്ചോറിയൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ നമുക്ക് അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: when the angle between the shaft is 90 degree, the two gears of pair have equal teeth. They are called. The angle between the shaft is 90 degree and two gears of pair have equal teeth. They are called spur gear, spiral gear, helical gear, mitter gear. യെസ്, സംശയമൊന്നുമില്ല, മിറ്റർ ഗിയർ ആണ്. മിറ്റർ ഗിയർ എന്ന് പറയുമ്പോൾ ബിവൽ ഗിയർ തന്നെയാണ്. ബിവൽ ഗിയറിനകത്ത് നമ്പർ ഓഫ് ടീത്തുകളുടെ എണ്ണം സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 50. അപ്പൊ 50 ടീത്തുകളോട് കൂടിയിട്ടുള്ള രണ്ട് ബിവൽ ഗിയറുകൾ ചേർത്ത് വെച്ചാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രയോ ആയിക്കോട്ടെ, സെയിം ആയിക്കണമെന്നേ ഉള്ളൂ, എത്രയോ ആയിക്കോട്ടെ ഇവിടെ. ഓക്കെ, ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്. സോ സെയിം നമ്പർ ഓഫ് ടീത്തുകളോട് കൂടിയിട്ടുള്ള രണ്ട് ബിവൽ ഗിയറുകൾ ചേർത്ത് വെച്ച് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഗിയറിനെ വിളിക്കുന്ന പേരാണ് മിറ്റർ ഗിയർ. ഓക്കെ, മറ്റൊരു ചോദ്യം: which one of the following is used to convert the rotational motion into transitional motion? റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കാൻ കഴിയുന്ന ഗിയർ ഏതാ? സംശയമൊന്നുമില്ല, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്താണ്. ഓപ്ഷൻ ഡി, റാക്ക് ആൻഡ് പിനിയൻ. ഓക്കെ ആണ്. ഓപ്ഷൻ ഡി, റാക്ക് ആൻഡ് പിനിയൻ. അപ്പോ ഓരോ ഗിയറും അതിന്റെ പ്രത്യേകതയാണ്. ബിവൽ ഗിയറിന്റെ പ്രത്യേകത റൊട്ടേഷൻ മോഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾ. അല്ലെ, ഇത്തരത്തിൽ ഷാഫ്റ്റിന്റെ ആക്സിസ് റൈറ്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിവൽ ഗിയർ യൂസ് ചെയ്യാം. വോം ഗിയർ ഫോർ ലാർജ് റിഡക്ഷൻ ഇൻ സിംഗിൾ സ്റ്റേജ്. അല്ലെ, വോം ഗിയറിന്റെ പ്രത്യേകത നമ്മൾ ലാർജ് സ്പീഡ് റിഡക്ഷൻ വോം ഗിയർ. ബിവൽ ഗിയർ 90 ഡിഗ്രി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡബിൾ ഹെലിക്കൽ ഗിയർ, അല്ലെ, ഇത്തരത്തിൽ പാരലൽ ഷാഫ്റ്റുകളിലാണ് ഡബിൾ ഹെലിക്കൽ ഗിയറുകൾ യൂസ് ചെയ്യുന്നത്. ഹെലിക്കൽ ഗിയർ, ഡബിൾ ഹെലിക്കൽ, ഓക്കെ, അതൊക്കെ പാരലൽ ഷാഫ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. റാക്ക് ആൻഡ് പിനിയൻ റൊട്ടേഷനെ ലീനിയർ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സെയിം ഡിഫറൻസ് വൈസ് വേഴ്സ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരു ചോദ്യം: ഇൻ കേസ് ഓഫ് ആൻ ഇൻവല്യൂട്ട് ടൂത്തഡ് ഗിയർ, ഇൻവല്യൂട്ട് സ്റ്റാർട്ട് ഫ്രം അഡെൻഡം സർക്കിൾ, ക്വിക്ക് സർക്കിൾ, ഡിഡെൻഡം സർക്കിൾ, ബേസ് സർക്കിൾ. ഈ ഇൻവല്യൂട്ട് പ്രൊഫൈൽ ഉണ്ടല്ലോ, ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫ്ലാങ്കും ഫേസും ഫ്ലാങ്കും ചേരുന്നതാണല്ലോ. ഈ പ്രൊഫൈല് അതിനകത്ത് ഇൻവല്യൂട്ട് കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ മുതലാണെന്നുള്ള ചോദ്യമാണ്. അത് അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. In case of an involute toothed gear, the involute start from addendum circle, pitch circle, dedendum circle, base circle. ഇത്തരം ബേസ് സർക്കിൾ ആണ് കേട്ടോ, ബേസ് സർക്കിൾ. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട സർക്കിളിനകത്തുള്ള സർക്കിൾ അല്ല ബേസ് സർക്കിൾ, മറ്റൊരു സർക്കിളാണ്. അതായത് ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ നേരത്തെ വരച്ച ചിത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ടീത്ത് പ്രൊഫൈല് പോകുന്നെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കർവ് എവിടെ മുതലാണോ ഇൻവല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻവല്യൂട്ട് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് സംഗതി. ഇൻവല്യൂട്ട് കർവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിലിണ്ടർ എടുക്കുക. സിലിണ്ടറിനകത്ത് കുറേയധികം ത്രെഡ് നൂല് കെട്ടിയിരിക്കട്ടെ. സിലിണ്ടറിനകത്ത് നൂലിങ്ങനെ നൂല് ചുറ്റി വെച്ചിട്ട് നൂല് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ നൂല് പുറത്തേക്ക് പോകത്തില്ലേ, നൂലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകത്തില്ലേ, ആ പുറത്തേക്ക് പോകുന്ന കർവിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് കർവ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് നമ്മളൊരു സിലിണ്ടറിനകത്ത് കുറെ നൂലിങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ആ നൂല് നന്നായിട്ട് ചുറ്റിയതിന് ശേഷം ആ നൂല് വിടുക, നൂലിന്റെ അറ്റം വിടുന്ന സമയത്ത് നൂല് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകത്തില്ലേ, ആ പുറത്തേക്ക് പോകുന്ന കർവാണ് ബേസിക്കലി എന്ത് ഈ പറയുന്ന ഇൻവല്യൂട്ട് കർവ് എന്ന് പറയുന്നത് കർവ്. ആ കർവ് പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന ബേസർ പ്രൊഫൈലിൽ, അതായത് ഗിയറിന്റെ പ്രൊഫൈലിൽ ഇൻവല്യൂട്ട് പ്രൊഫൈലും ഉണ്ട്, സൈക്ലോയിഡലും ഉണ്ട്. അപ്പൊ അത്ര ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഡെപ്തിലേക്കൊന്നും പോകണ്ട. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഒരു IT ലെവൽ എക്സാമുകൾക്ക് ബേസിക് ആയിട്ട് അതൊരു പ്രീവിയസ് ഇയർ വന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിനകത്തൊക്കെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കർവാണ് ഇൻവല്യൂട്ട് കർവ്, അല്ലെ? ഇത്തരത്തിലുള്ള ത്രെഡ് അൺവൗണ്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സിലിണ്ടറിനകത്ത് ത്രെഡ് അൺവൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ട്രേസ് ചെയ്യുന്ന ഒരു പാത്താണ് ബേസിക്കലി ഇൻവല്യൂട്ട് കർവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അത് ക്ലിയർ ആണല്ലോ? ആ ഇൻവല്യൂട്ട് കർവ്, ഇതുപോലെ ഇൻവല്യൂട്ട് കർവിനായിരിക്കും നമ്മൾ ഗിയറിന്റെ പ്രൊഫൈൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇൻവല്യൂട്ട് കർവ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാകും, അതിനെയാണ് നമ്മൾ ബേസ് സർക്കിൾ. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടെ വരെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻവല്യൂട്ട് കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ആ ഒരു കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സർക്കിളാണ് ബേസ് സർക്കിൾ. ഇത് റൂട്ട് സർക്കിൾ, ഇത് നേരത്തെ പറഞ്ഞ പിച്ച് സർക്കിൾ, ഇത് അഡൻഡം സർക്കിൾ, എല്ലാം ഉണ്ട് അവിടെ. അഡീഷണൽ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. എവിടെ മുതലാണോ ആ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇൻവല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇൻവല്യൂട്ട് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് സർക്കിളിൽ നിന്നാണ്. അത്രയും മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എവിടെ നിന്നാണ് ഇൻവല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ. ഓക്കെ, മറ്റൊരു ചോദ്യം, when the shaft axes are at an offset, which type of gear are used? ഷാഫ്റ്റിന്റെ ആക്സിസ് ഇപ്പം ഓഫ്സെറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഏത് ടൈപ്പ് യൂസ് ചെയ്യും? മീറ്റർ ഗിയർ, ഹൈപ്പോയിഡ് ഗിയർ, സ്പൈറൽ ബെവല്, സിറോൾ ഗിയർ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ആക്സിസ് ഓഫ്സെറ്റ് ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം ഹൈപ്പോയിഡ് ഗിയർ കേട്ടോ. ഹൈപ്പോയിഡ് ഗിയർ, ഇതാണ് നമ്മുടെ ഹൈപ്പോയിഡ് ഗിയർ. അതായത് ഈ പറഞ്ഞ ഷാഫ്റ്റിന്റെ ആക്സിസ് ഒരല്പം ഓഫ്സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എക്സ് ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്ത് മാറിയിരിക്കുകയാണ്. അപ്പൊ ഓഫ്സെറ്റ് ചെയ്ത് മാറിയിരിക്കുമ്പോൾ എവിടെയാണ് ഉത്തരം വരിക? ദാറ്റ് ഇസ് ഹൈപ്പോയിഡ്. അങ്ങനെയാണ് ഓർത്തുള്ളൂ. ഓഫ്സെറ്റ് എന്ന് പറയുന്ന കീവേഡ്. സോ ഷാഫ്റ്റ് ആക്സിസ് ഹാവിംഗ് ആൻ ഓഫ്സെറ്റ്, ഷാഫ്റ്റ് ആക്സിസ് ഹാവിംഗ് ആൻ ഓഫ്സെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഓർത്തിരുന്നുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഹൈപ്പോയിഡ് ഗിയറിലേക്ക് എത്താം. അപ്പൊ അതങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചോളൂ, ഷാഫ്റ്റ് ആക്സിസ് ഹാവിംഗ് ആൻ ഓഫ്സെറ്റ്. ഇത്തരത്തിൽ ഓഫ്സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇസ് ഹൈപ്പോയിഡ് ഗിയർ. ഹൈപ്പോയിഡ് ഗിയർ, ഇത്രയും മാത്രം ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഷാഫ്റ്റ് ആക്സിസ് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഹൈപ്പോയിഡ് ഗിയർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഹൈപ്പോയിഡ് ഗിയർ. ക്ലിയർ അല്ലേ? ഇതിൽ സംശയമുണ്ടോ? ഹൈപ്പോയിഡ് ഗിയറുമായി ബന്ധപ്പെട്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പോയിഡ് ഗിയറിന്റെ പ്രത്യേകത അതിന്റെ ആക്സിസ്. സോ ചെറിയ പിനിയൻ ഉണ്ടാകും, വലിയ വീൽ ഉണ്ടാകും. സോ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ചെയ്തിരിക്കുക. സോ ഓഫ്സെറ്റ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. സ്ക്യൂ ഷാഫ്റ്റിൽ വരുന്നതാണ്. അതായത് വോം ആൻഡ് വോം വീല് പോലെ തന്നെ ഇവിടെ വരുന്നതാണ്. പക്ഷെ വോം ആൻഡ് വോം വീൽ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് ഒരേപോലെ കടന്നു പോകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വോം ആൻഡ് പിനിയൻ ഓൾസോ ഓഫ്സെറ്റ് അല്ലല്ല, ഓഫ്സെറ്റ് ചെയ്തിട്ടില്ല.
അത് കാര്യം ഈ പറയുന്ന വീലിനകത്ത് തന്നെയല്ലേ, വീലിനകത്ത് തന്നെയാണ് നമ്മളുടെ ആ ഒരു വേം ഇരിക്കുന്നുണ്ടാവുക. സോ അത് ഇങ്ങോട്ടും പോകും, ഇത് ഇങ്ങോട്ടും പോവാ ചെയ്യാം. സോ ആക്സിസ് ക്രോസ് ചെയ്ത് പോകും. പക്ഷെ ഇവിടെ എന്താണ്, അത് ക്രോസ് ചെയ്ത് പോകത്തില്ല. അത് ആ ഒരു ആക്സിസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് എക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയുന്ന ഗിയർ ഉണ്ട്. ആ ഹൈപ്പോയിഡ് ഗിയറിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോയിഡ് ഗിയർ എവിടെ യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത, ഷാഫ്റ്റിന്റെ ആക്സിസുകൾ ഒരു പ്രത്യേക എമൗണ്ടിൽ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന വേർഡാണ് ഞാൻ പറഞ്ഞത്, കീവേഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഹൈപ്പോയിഡ് ഗിയർ ഉണ്ടോ എന്ന് നോക്കുക. സോ ഹൈപ്പോയിഡ് ഗിയർ ആർ മൗണ്ടഡ് ഓൺ നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, അവിടെ യൂസ് ചെയ്യുന്ന ഷാഫ്റ്റ് ആക്സിസ് എങ്ങനെയായിരിക്കും? ഓഫ്സെറ്റഡ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നതാണ്. ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ ആണോ? ഹൈപ്പോയിഡ് ഗിയറുമായി ബന്ധപ്പെട്ട് ഇത്രയും ഓർത്തിരുന്നാൽ മതി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്തതിനകത്ത് പോവാം. മറ്റൊരു ചോദ്യം, ദ മോഷൻ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദ ടൂത്ത് ഓഫ് ടു സ്പർ ഗിയർ ഈസ് ജനറലി. മോഷൻ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ടു ടീത്ത് ഓഫ് ടു സ്പർ ഗിയർ. സ്പർ ഗിയറിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ലൈഡിംഗ്, റോളിംഗ്, റോട്ടറി, പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഗിയർ മെഷീൻ സമയത്ത്, രണ്ട് സ്പർ ഗിയറുകൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത്? സ്ലൈഡിംഗ് ആണോ, റോളിംഗ് ആണോ, റോട്ടറി ആണോ, അതോ പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ് ആണോ? രണ്ട് ഗിയറുകൾ മെഷീൻ സമയത്ത് ശ്രദ്ധിച്ചോളൂ, രണ്ട് ഗിയറുകൾ മെഷീൻ സമയത്ത്. യെസ് 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 യെസ്. ഇത്തരം പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ്. രണ്ട് ഗിയറുകൾ മെഷീൻ സമയത്ത് ഇവിടെ നടക്കുന്നുണ്ടാവുക പാർഷ്യലി സ്ലൈഡിങ്ങും പാർഷ്യലി റോളിങ്ങും ആണ് കേട്ടോ. സോ രണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ പാർഷ്യലി എന്നേ ഉള്ളൂ അല്ലെ, പൂർണ്ണമായിട്ടുമല്ല. പൂർണ്ണമായിട്ടും സ്ലൈഡിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പൂർണ്ണമായിട്ടും റോളിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. അപ്പോൾ പാർഷ്യലി സ്ലൈഡിങ്ങും പാർഷ്യലി റോളിങ്ങും ആണ് പ്രധാനമായിട്ടും അവിടെ നടക്കുന്നുണ്ടാവുക ഒരു ഗിയർ മെഷീൻ സമയത്ത് ഉണ്ടാവുന്ന മോഷൻ. മറ്റു ചോദ്യം നോക്കാം. എ മെഷീൻഡ് ഗിയർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. മെഷീൻഡ് ഗിയർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫൗണ്ടറി പ്രോസസ്, ഫോർജിംഗ്, ഹോബിംഗ്, വെൽഡിംഗ്. മെഷീൻഡ് ഗിയർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ, യെസ്, സംശയമൊന്നുമില്ല, ഗിയർ ഹോബിംഗ് ആണ്. ഗിയർ ഹോബിംഗ് എന്ന് പറയുന്ന പ്രോസസ്, ഗിയർ ഹോബിങ്ങിലൂടെയാണ് മെഷീനിങ് ചെയ്യുന്നുണ്ടാവുക. സോ മെഷീനിങ് പ്രോസസ്. ഫൗണ്ടറി എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ആണ്. അപ്പൊ കാസ്റ്റ് ഗിയർ എല്ലാം ഫൗണ്ടറി അല്ലെ. സത്യത്തിൽ മെഷീൻ ചെയ്തിട്ടുള്ളതെല്ലാം, മെഷീൻ എന്ന് പറഞ്ഞാൽ ഹോബിങ്ങോ മില്ലിംഗ് പ്രോസസ്, മില്ലിംഗ് മെഷീനിങ് പ്രോസസ്, ഷേപ്പിംഗ്, മില്ലിംഗ്, ഷേപ്പിംഗ്, ഹോബിങ്, അങ്ങനെയുള്ള പ്രോസസ്സുകൾ വഴിയാണ് നമ്മൾ മെഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിയർ മാനുഫാക്ചർ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ മെഷീൻഡ് ഗിയർ എന്ന് വിളിക്കുന്നു. അതല്ല കാസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാസ്റ്റ് ഗിയർ എന്ന് വിളിക്കും, കാസ്റ്റ് ഗിയർ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഹൈ സ്പീഡ് ഗിയർ ആർ ഗിയർ വിത്ത് പെരിഫറൽ വെലോസിറ്റി. ഹൈ സ്പീഡ് ഗിയറിന്റെ പെരിഫറൽ വെലോസിറ്റി എത്രയാണ്? ഹൈ സ്പീഡ് ഗിയറിന്റെ പെരിഫറൽ വെലോസിറ്റി മോർ ദാൻ 150, മോർ ദാൻ 15, മോർ ദാൻ 10, മോർ ദാൻ 5. യെസ്, സംശയം വേണ്ട, മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ പെരിഫറൽ വെലോസിറ്റി ഓഫ് ഹൈ സ്പീഡ് ഗിയർ ഈസ് മോർ ദാൻ 15. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, പ്രധാനമായിട്ടും ഗിയറിന്റെ ക്ലാസിഫിക്കേഷനകത്ത് വെലോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലോ വെലോസിറ്റി ഗിയർ, മീഡിയം വെലോസിറ്റി ഗിയർ, ഹൈ സ്പീഡ് ഗിയർ. ലോ വെലോസിറ്റി ഗിയർ എന്ന് പറയുമ്പോൾ ഗിയർ ഹാവിംഗ് വെലോസിറ്റി ലെസ് ദാൻ 3 മീറ്റർ പെർ സെക്കൻഡ്. മീഡിയം വെലോസിറ്റി ഗിയർ എന്ന് പറയുമ്പോൾ ഗിയർ ഹാവിംഗ് വെലോസിറ്റി ബിറ്റ്വീൻ 3 to 15 മീറ്റർ പെർ സെക്കൻഡ്. ഹൈ സ്പീഡ് ഗിയർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ്. ഓർത്തിരിക്കുക, 3ൽ താഴെയാണെങ്കിൽ ലോ, 3 മുതൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് പെരിഫറൽ വെലോസിറ്റി എന്നുണ്ടെങ്കിൽ മീഡിയം വെലോസിറ്റി ഗിയർ,
15 മീറ്റർ പെർ സെക്കൻഡിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഗിയർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ദ ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റ് ആസ് പെർ ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റ് ഡെസിഗ്നേഷൻ IS നമ്പർ എത്രയാണ്, കോഡ് എത്രയാണ്? 2090, 2494, 2595, 2696. വേഗം പറഞ്ഞു. യെസ്, സംശയമൊന്നും വേണ്ട, നമ്മൾ കുറ്റമിന്നെ കണ്ടാൽ 2494 അല്ലെ, IS 2494 വി ബെൽറ്റിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, നേരത്തെ കണ്ടതാണ്, ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. സോ C 3048 IS 2494, കോഡ് IS 2494. മറ്റു ചോദ്യം, ക്രൗണിംഗ് ഓഫ് പുള്ളി ഈസ് ഡൺ ടു ഡാഷ്. ക്രൗണിംഗ് ഓഫ് പുള്ളി ഈസ് ഡൺ ടു ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രൗണിംഗ് ഓഫ് പുള്ളി നമ്മൾ കൊടുക്കുന്നുണ്ടാവുക? ഓപ്ഷൻ എ, പ്രിവെന്റ് വെയർ ആൻഡ് ടിയർ ഓഫ് ദ ബെൽറ്റ്. ഓപ്ഷൻ ബി, പ്രിവെന്റ് ദ ബെൽറ്റ് റണ്ണിംഗ് ഓഫ് ദ പുള്ളി. ഓപ്ഷൻ സി, enable pulley rigidly fixed to shaft. Option D, increase the torque transmitted. ക്രൗണിംഗ് ഓഫ് പുള്ളി, പുള്ളിയിൽ ക്രൗണിംഗ് കൊടുക്കുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ A, B, C, D. യെസ്, ബിനോയ് കറക്റ്റ് ആണ്. ക്രൗണിംഗ് ഓഫ് പുള്ളി ഈസ് ഡൺ ടു പ്രിവെന്റ് ദ ബെൽറ്റ് റണ്ണിംഗ് ഓഫ് ദ പുള്ളി അല്ലെ. ഇത്തരത്തിൽ ആ പുള്ളിയുടെ സർഫസിൽ നിന്നും, ക്രൗണിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താ, ഇത്തരത്തിലുള്ള ബെൽറ്റ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ ചെറിയൊരു കോൺവെക്സ് ഷേപ്പ് കൊടുക്കും, അതിനാണ് ക്രൗണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ക്രൗണിംഗ് എന്ന് പറയുന്നുണ്ടാവുക, ഓക്കെ. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുകളിൽ എന്താണ്, ശരിക്കും ഒരു കോൺവെക്സ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, സോ ഇതിനാണ് നമ്മൾ ക്രൗണിംഗ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ക്രൗണിംഗ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, okay, so crowned face പുള്ളി will keep the beltനെ അവിടെ കീപ്പ് ചെയ്യുന്നു, centralized even if there is a slight tendency to run off അല്ലെ. നമ്മളെ ബെൽറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തെ ബെൽറ്റ് നമ്മുടെ പുള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും ചില സമയങ്ങളിൽ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ബെൽറ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കാനാണ് നമ്മൾ ഇത്തരത്തിൽ ക്രൗണിംഗ് കൊടുക്കുന്നുണ്ടാവുക. ക്രൗണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പുള്ളിയിൽ ക്രൗണിംഗ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബെൽറ്റിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, അതിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. സോ ക്രൗൺഡ് ഫേസ് പുള്ളി വിൽ കീപ് ദ ബെൽറ്റ് സെൻട്രലൈസ്ഡ് ഈവൻ ഇഫ് ദർ ഈസ് എ സ്ലൈറ്റ് ടെൻഡൻസി ടു റൺ ഓഫ് അല്ലെ, പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെയും അതിനെ സെന്ററിലേക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന പുള്ളിയുടെ ഒരു ഫേസ് ആണ് ഈ ക്രൗൺഡ് ഫേസ് എന്ന് പറയുന്നത്. അത്രയും ഓർത്തിരിക്കാം, ഒരു കോൺവെക്സ് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും, അതിനെയാണ് നമ്മൾ ക്രൗണിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇപ്പം പുള്ളിയുടെ സർഫസിൽ കോൺവെക്സ് ഷേപ്പ് കൊടുക്കുന്നതിന് എന്ത് വിളിക്കുന്നു? ക്രൗണിംഗ് എന്ന് വിളിക്കുന്നു. ക്രൗണിംഗ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ക്രൗണിംഗ് ഓഫ് പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ബെൽറ്റ് റണ്ണിംഗ് ഓഫ് ദ പുള്ളി. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, belt creep is caused by unequal belt stretch on tight and slack side, insufficient friction, belt misalignment. Option D, centrifugal force. യെസ്, ബിനോയ് കറക്റ്റ് ആണ്. ബെൽറ്റ് ക്രീപ്പ് ഉണ്ടാകുന്നത് അൺഈക്വൽ ആയിട്ടുള്ള ബെൽറ്റ് സ്ട്രെച്ചും അതുപോലെ തന്നെ സ്ട്രെച്ചും കംപ്രഷനും കാരണമാണ് അല്ലെ. ഇത്തരത്തിൽ ടൈറ്റ് ആൻഡ് സ്ലാക്ക് സൈഡിൽ ഉണ്ടാവുന്ന സ്ട്രെച്ചും കംപ്രഷനും കാരണമാണ് ക്രീപ്പ് സംഭവിക്കുന്നുണ്ടാവുക. ക്രീപ്പ് ഓപ്ഷൻ തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ബെൽറ്റ് ക്രീപ്പുമായി ബന്ധപ്പെട്ട്, സോ ക്രീപ്പ് ഈസ് ഡ്യൂ ടു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ബെൽറ്റ് അല്ലെ. ബെൽറ്റിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, അതായത് മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ക്രീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ്. So elastic property of belt, it affect to reduce the speed ratio and power transmission. അതിന്റെ ഭാഗമായിട്ട് സ്പീഡ് റേഷ്യോ കുറയുന്നു, പവർ ട്രാൻസ്മിഷൻ കുറയുന്നു. അപ്പോൾ ആ ഒരു ക്രീപ്പിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ N2/N1 is equal to D1/D2 into E plus sigma അല്ലെ, അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്. സോ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ്. സോ അവിടെ ഇ വരുന്നുണ്ട് അല്ലെ. ഇ എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. സോ മെറ്റീരിയൽ ഡിപ്പെൻഡ് ആണ്, യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ചോദിക്കാനൊന്നും സാധ്യതയില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ടതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്രീപ്പ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ്.
സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സ്ട്രെച്ച് ഉണ്ടാവാറ് അല്ലെ, ഇത്തരത്തിൽ അൺഈക്വൽ ആയിട്ടുള്ള സ്ട്രെച്ച് കാരണം നമ്മളുടെ ബെൽറ്റിൽ ഉണ്ടാകുന്ന ടൈറ്റ് സൈഡും ഉണ്ടാകും, സ്ലാക്ക് സൈഡും ഉണ്ടാകും. അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെച്ച് കാരണം ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ ബെൽറ്റ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. മറ്റു ചോദ്യം, ഇൻ ബെൽറ്റ് ഡ്രൈവ് സ്ലിപ്പ് ഒക്കേഴ്സ് ഡ്യൂ ടു സ്ലിപ്പ്. ഇൻ ബെൽറ്റ് ഡ്രൈവ് സ്ലിപ്പ് ഒക്കേഴ്സ് ഡ്യൂ ടു belt elongation, insufficient friction between belt and pulley, heavy belt weight, high belt velocity. ക്രീപ്പ് എന്താ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് സ്ലിപ്പാ. ഓക്കെ ഫൈൻ. സ്ലിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ലിപ്പ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി. ഇൻസഫിഷ്യന്റ്, യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ജിഷ്ണു, കറക്റ്റ് ആണ്. ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ കുറയുന്നത് കാരണമാണ് സ്ലിപ്പ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഗിയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. എന്താണ് അവിടെ പ്രത്യേകത? അവിടെ ഗിയറിൽ സ്ലിപ്പ് ഇല്ല ഇവിടെ ഗിയറിൽ, അതുകൊണ്ട് പോസിറ്റീവ് ഡ്രൈവാണ്. എന്നാൽ റോപ്പ് ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ്, അങ്ങനെയുള്ള ഡ്രൈവുകളൊക്കെ എന്താണ്, അത് സ്ലിപ്പ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് ഡ്രൈവ് എന്ന് പറയാം. സോ ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷൻ കാരണമാണ് സ്ലിപ്പ് ഉണ്ടാകാറോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അല്ലെ. ഇത്തരത്തിൽ ഫ്രിക്ഷണൽ ഗ്രിപ്പ് ബിക്കംസ് ഇൻസഫിഷ്യന്റ്. അപ്പോൾ എന്തായാലും സംഭവിക്കുക, നമ്മുടെ പുള്ളിയും ബെൽറ്റും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവില്ല. സോ പുള്ളി നല്ല സ്പീഡിൽ കറങ്ങും, ബെൽറ്റ് അതനുസരിച്ച് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സ്ലിപ്പ് സംഭവിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുക സ്ലിപ്പ് ഓഫ് ബെൽറ്റ് എന്ന് പറയുക. എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക പെർസെന്റേജ് അല്ല, സ്ലിപ്പ് ഇൻ പെർസെന്റേജ്. നമ്മളോട് ചോദിക്കുകയാണ് സ്ലിപ്പിന്റെ യൂണിറ്റ് എന്താണ്. സ്ലിപ്പിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർസെന്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. പെർസെന്റേജ് സ്ലിപ്പ് നമ്മൾ പെർസെന്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ സ്ലിപ്പിന്റെ യൂണിറ്റ് പെർസെന്റേജ് ഓർത്തിരിക്കാം. സ്ലിപ്പ് മേ കോസ് റെഡ്യൂസ് ദ വെലോസിറ്റി റേഷ്യോ ഓഫ് ദ സിസ്റ്റം. സ്ലിപ്പ് കാരണം അവിടെ വെലോസിറ്റി റേഷ്യോ കുറയുന്നു. സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗിയറിൽ വെലോസിറ്റി റേഷ്യോ കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നു എന്തിനെ? ഗിയർ ഡ്രൈവിനെ. ബെൽറ്റ് ഡ്രൈവ് ഒരു നെഗറ്റീവ് ഡ്രൈവ് ആണ് ബിക്കോസ് ഓഫ് സ്ലിപ്പ്. ഓക്കെ ആണേ, ക്ലിയർ ആണേ? മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഇഫ് ഡ്രൈവർ പുള്ളി ഡയമീറ്റർ 400 mm, സ്പീഡ് 600 mm, ഡ്രൈവർ പുള്ളി ഡയമീറ്റർ 400 mm, സ്പീഡ് 600 mm, ഡ്രിവൺ പുള്ളി ഡയമീറ്റർ 200 mm, ദെൻ ഡ്രിവൺ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡ്രിവൺ സ്പീഡ്. ഓക്കെ, ഡ്രിവൺ സ്പീഡ്. വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ഡ്രിവൺ അല്ലെ, ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് N2. സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ഡ്രൈവർ പുള്ളി ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. അപ്പൊ ഇവിടെ N2 തന്നിട്ടുണ്ട്, 400. സ്പീഡ് ഓഫ് ഡ്രിവൺ, ഡ്രൈവർ പുള്ളി ഡയമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോറി, ഇവിടെ എന്താ വന്നേക്കുന്നത്? ഡ്രൈവർ പുള്ളി ഡയമീറ്റർ വന്നിട്ടുണ്ട്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ D1 ആണ്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ D1 തന്നിട്ടുണ്ട് 400 mm. സംശയമില്ലല്ലോ? ഓക്കെ ആണ്, ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ സ്പീഡ് തന്നിട്ടുണ്ട്, ഡ്രൈവറിന്റെ തന്നെ സ്പീഡ്. ഡ്രൈവറിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ N1 തന്നിട്ടുണ്ട് 600 RPM ആണ്. പിന്നീട് തന്നേക്കുന്നത് ഡ്രിവൺ പുള്ളി ഡയമീറ്റർ D2 തന്നിട്ടുണ്ട് 200 mm ആണ്. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് N2 ആണ്. N2 കണ്ടുപിടിക്കണം. അപ്പോ ഇത്ര എഴുതിയാൽ മതിയല്ലോ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ദാറ്റ് ഈസ് N2 X എന്ന് എടുക്കുക. X ഡിവൈഡഡ് ബൈ N1 600 ഈസ് ഈക്വൽ ടു D1 400 ഡിവൈഡ് ബൈ D2 200 അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. സോ അങ്ങനെയാണെന്നെങ്കിൽ 2x ഈസ് ഈക്വൽ ടു അല്ലെ 24. X ഈസ് ഈക്വൽ ടു അല്ലെ X ഡിവൈഡ് ബൈ 2 അല്ലെ. ഇപ്പൊ നോക്കുമ്പം 1 2 എത്ര വരിക?
1200 RPM. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ചോദിച്ചൂടെ? വളരെ സിമ്പിൾ അല്ലേ? ഞാൻ അതിങ്ങനെ വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടി എഴുതുക. ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഒരു മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ക്ലിയർ ആണോ? വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവർ, വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവർ കാൽക്കുലേഷൻ. ബിനോയ്ക്ക് ഓക്കെ ആണ്? ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോ ഇവിടെ വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1200 RP മീറ്റർ അല്ലേ, എം മീറ്റർ. ഇത് RPM ആണ്. N1 into RPM ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഓർത്തിരുന്നാൽ മതി ഡയമീറ്റർ ഇൻ mm. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. നമ്പർ ഓഫ് വി ബെൽറ്റ് റിക്വയർഡ് ഫോർ എ ഡ്രൈവ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. എത്ര വി ബെൽറ്റുകൾ വേണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ബെൽറ്റ്, വി ബെൽറ്റ് റിക്വയർഡ് ഫോർ എ ഡ്രൈവ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റേറ്റഡ് പവർ ഡിവൈഡ് ബൈ റേറ്റഡ് പവർ പെർ ബെൽറ്റ്, design power divided by rated power per belt, rated power divided by service factor. So rated power into service factor, design power into service factor. അതായത് എത്ര ബെൽറ്റ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ്, നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ്. സോ എന്താ വരിക? The number of belt required for a drive is determined by design power divided by rated power. Design power divided by rated power per belt. Okay, number of belt required. അപ്പോൾ ഇത് ഓർത്തിരുന്നോളൂ. Number of belt needed for V belt drive. Number of belt needed for V belt drive. നമ്മളുടെ സിലബസ് നോക്കി, സിലബസ് നോക്കി. ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് ബെൽറ്റ് നീഡഡ് ഇൻ വി ബെൽറ്റ് ഡ്രൈവ് നമുക്ക് ചോദിച്ചൂടെ? നമുക്ക് ചോദിക്കാം. നമ്പർ ഓഫ് ബെൽറ്റ് നീഡഡ് ഫോർ വി ബെൽറ്റ് ഡ്രൈവ്, എത്ര ബെൽറ്റ് വേണം എന്നുള്ള കാൽക്കുലേഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? സോ ഒരു ചോദ്യം അവർ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത്. സോ നമ്പർ ഓഫ് ബെൽറ്റ് നീഡഡ് ഫോർ വി ബെൽറ്റ് ഡ്രൈവ് കണ്ടുപിടിക്കേണ്ട ബേസിക് ഇക്വേഷൻ ഡിസൈൻ പവർ ഡിവൈഡ് ബൈ റേറ്റഡ് പവർ പെർ ബെൽറ്റ്. ഒരു ബെൽറ്റിന്റെ പവർ എത്രയാണ്, നമുക്ക് വേണ്ടുന്ന പവർ എത്രയാണ്, വേണ്ടുന്ന പവർ ഡിവൈഡ് ബൈ ഒരു പവറിന്റെ ബെൽറ്റ് എത്രയാണ്, അത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, ബേസിക് കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പോ ഡിസൈൻ പവർ എന്ന് പറയുന്നത്, സോ പി ഡി, ഡിസൈൻ പവർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു സർവീസ് ഫാക്ടർ. ഒരു സർവീസ് ഫാക്ടർ ഉണ്ടാവും. ഓക്കെ, പി എന്ന് പറയുന്നത് റേറ്റഡ് പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ആണ് അല്ലെ, പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ഇൻറ്റു സർവീസ് ഫാക്ടർ ചെയ്യുന്നതാണ് ഡിസൈൻ പവർ. ആ ഡിസൈൻ പവറിനെ നമ്മൾ ഒരു ബെൽറ്റിന്റെ പവർ എത്രയാണെന്ന് പറയും. ആ ഒരു ബെൽറ്റിന്റെ പവറോട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഡിസൈൻ പവറിനെ ഒരു ബെൽറ്റിന്റെ പവറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബെൽറ്റ് വേണം എന്നുള്ളത് കിട്ടും. ആ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഈ സർവീസ് ഫാക്ടർ എന്ന് പറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഈ പറഞ്ഞ എത്രത്തോളം ലോഡ്, അവിടുത്തെ ഡ്യൂട്ടി സൈക്കിള്, ഓപ്പറേറ്റിംഗ് കണ്ടീഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സർവീസ് ഫാക്ടർ വരിക. ഓക്കെ, ആ സർവീസ് ഫാക്ടർ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഡിസൈൻ പവർ കിട്ടും. ഡിസൈൻ പവറിനെ നമ്മൾ എന്താണ് ടോട്ടൽ ലൈക്ക് ഒരു ബെൽറ്റിന്റെ പവർ എത്രയാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര ബെൽറ്റ് വേണം എന്നുള്ളത് കിട്ടും. അതാണ് കോൺസെപ്റ്റ്. സോ ഡിസൈൻ പവർ ഡിവൈഡ് ബൈ റേറ്റഡ് പവർ പെർ ബെൽറ്റ്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണോ? സംശയമുണ്ടോ? നമ്പർ ഓഫ് ബെൽറ്റ് നീഡഡ് ഫോർ വി ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഡിസൈൻ പവർ ഡിവൈഡ് ബൈ റേറ്റഡ് പവർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ക്ലിയർ ആവും. ഇതിപ്പോ ഓക്കെ ആണോ? ഓക്കെ ആണോ? സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബിനോയ് ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡിസൈൻ പവർ ഡിവൈഡ് ബൈ റേറ്റഡ് പവർ. ഈ ഡിസൈൻ പവർ എന്ന് പറയുന്നത് എത്രയാണോ പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ പറഞ്ഞ പവർ ടു ബി ട്രാൻസ്മിറ്റഡ്. അതേ ഇൻറ്റു ഒരു സർവീസ് ഫാക്ടർ കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടെ വലിയ വാല്യൂ ആയിരിക്കും. ആ വലിയ വാല്യൂ ഡിവൈഡ് ബൈ ഒരു ബെൽറ്റിന്റെ അല്ലെ, ഒരു ബെൽറ്റിന്റെ പവർ എത്രയാണ്. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ബെൽറ്റ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സോ
മറ്റൊരു ചോദ്യം നോക്കി, ഈ ഒരു ചോദ്യം ക്ലിയർ ആകും. ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും ഒന്നുകൂടെ. ഓക്കെ, ഒരു മെഷീൻ റിക്വയർ 12 കിലോവാട്ട് ഓഫ് പവർ ടു ബി ട്രാൻസ്മിറ്റഡ്. അപ്പോ പവർ ടു ബി ട്രാൻസ്മിറ്റഡ് എത്രയാ? 12 കിലോവാട്ട്. 12 കിലോവാട്ട് യൂസിങ് എ വീബൽ ഡ്രൈവ്. ദ സർവീസ് ഫാക്ടർ ഫോർ ദ ആപ്ലിക്കേഷൻ ഈസ് 1.3. സർവീസ് ഫാക്ടർ 1.3 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡിസൈൻഡ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ 12 ഇൻറ്റു സർവീസ് ഫാക്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വാല്യൂ കിട്ടും, 12 ഇൻറ്റു സർവീസ് ഫാക്ടർ. അപ്പോൾ ഡിസൈൻ പവർ കിട്ടി. ഇനി നമുക്ക് ഡിസൈൻ പവർ ഡിവൈഡ് ബൈ നമുക്കറിയാം ഒരു ബെൽറ്റ് എത്രയാണെന്നുള്ളതാണ്. സോ ഈച്ച് ബെൽറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് 3 കിലോവാട്ട്. ഓരോ ബെൽറ്റിനും 3 കിലോവാട്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈൻഡ് പവർ ഡിവൈഡ് ബൈ 3 എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ് കിട്ടും. ഓക്കെ, അപ്പോൾ 12 കിലോവാട്ട് ഇൻറ്റു 1.3 ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് പവർ ഇൻ കിലോവാട്ട് കിട്ടും. ഡിവൈഡ് ബൈ 3, രണ്ടും ഒരേ യൂണിറ്റ് ആണ്, കിലോവാട്ടിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നും വരത്തില്ല. അപ്പോ 12 ഇൻറ്റു 1.3 ഡിവൈഡ് ബൈ 3, 12 ഇൻറ്റു 1.3 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സംഗതി കിട്ടും. ഓക്കെ, സോ ഡിസൈൻ പവർ ഇസ് ഈക്വൽ ടു PD ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു സർവീസ് ഫാക്ടർ. നമുക്ക് വേണ്ടുന്ന പവർ ടു ബി ട്രാൻസ്മിറ്റഡ് 12 കിലോവാട്ട് ആണ്. 12 കിലോവാട്ട് ഇൻറ്റു സർവീസ് ഫാക്ടർ 1.3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15.6 കിലോവാട്ട് എന്ന് കിട്ടും. എന്ത്? ഡിസൈൻഡ് പവർ. നമുക്കറിയാം നമ്പർ ഓഫ് ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻഡ് പവർ ഡിവൈഡ് ബൈ ഒരു ബെൽറ്റിന്റെ റേറ്റ് എത്രയാണ്, അല്ലെ? ഒരു ബെൽറ്റിന്റെ റേറ്റഡ് പവർ എത്രയാണ്? സോ അപ്പൊ PD ഡിവൈഡ് ബൈ റേറ്റഡ് പവർ പെർ ബെൽറ്റ് 3 എന്നുള്ളതുണ്ട്. സോ 15.6 ഡിവൈഡ് ബൈ 3 5.2 എന്ന് കിട്ടും. 5.2 എന്നുള്ളൊരു ബെൽറ്റ് ഇല്ല. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് 6 ബെൽറ്റ് എന്നുള്ളത് നമ്മൾ എടുക്കും. സോ 6 ബെൽറ്റ്. ഉത്തരം എന്താ വരിക? 6 ബെൽറ്റ്. 6 ബെൽറ്റ് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 12 കിലോവാട്ട് പവർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ആ ഒരു പോയിന്റേ ഉള്ളൂ നമുക്ക് ആ ഒരു സിലബസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പവർ ടു ബി ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ്. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം, ദ പുള്ളി റേഷ്യോ ഈസ് ദ ഡാഷ് ഓഫ് വെലോസിറ്റി റേഷ്യോ. പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെയിം ആസ് വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി ഹാഫ് ഓഫ് വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ സി റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി സ്ക്വയർ ഓഫ് റെസിപ്രോക്കൽ. യെസ്, ശ്രദ്ധിച്ചോളൂ ബിനോയ്, ശ്രദ്ധിച്ചോ. പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ 1 ആണ്. 1 വെലോസിറ്റി റേഷ്യോ. റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ അല്ലെ? അത്തരത്തിൽ പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ. പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ. നമുക്കറിയാം വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഡ്രിവൺ N2 divided by N1 is equal to D1 divided by D2. അപ്പോ 1/VR എന്ന് പറയുമ്പോൾ corresponding N1 divided by N2 is equal to D2 divided by D1. So this will be the pulley ratio. Okay ആണോ? ക്ലിയർ ആണോ? പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോയുടെ 1 ആണ്. റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി റേഷ്യോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണ്. മറ്റൊരു ചോദ്യം, ഇൻ ഓപ്പൺ ബെൽ ഡ്രൈവ് പുള്ളി റേഷ്യോ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. ഓപ്പൺ ബെൽ ഡ്രൈവിൽ പുള്ളി റേഷ്യോ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. പുള്ളി റേഷ്യോ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തിന്റെ റേഷ്യോ ആണ്? ഡയമീറ്ററിന്റെ റേഷ്യോ ആണ്. 1 വെലോസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ D1/D2 അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ ബേസിക്കലി. അപ്പോ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനകത്ത് പുള്ളിയുടെ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ്, ഡയമീറ്റർ ഓഫ് ദ പുള്ളി, സെന്റർ ഡിസ്റ്റൻസ്, തിക്നെസ് ഓഫ് ദ ബെൽറ്റ്. എന്തായിരിക്കും ഉത്തരം വരിക? പുള്ളി റേഷ്യോ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ, യെസ് മൻസൂറ അല്ല, പുള്ളി റേഷ്യോ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പുള്ളി. ഡയമീറ്റർ ഓഫ് ദ പുള്ളി. പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ VR എന്ന് പറഞ്ഞാൽ 1/VR ആണ് അല്ലെ? 1 അത് ഇവിടെ നോക്കിയോ VR എന്ന് പറഞ്ഞാൽ that is N2/N1, D1/D2. അപ്പൊ അതിനകത്ത് D1/D2 എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് അവിടുത്തെ ഡയമീറ്റർ റേഷ്യോ. അപ്പോ വെലോസിറ്റി റേഷ്യോ D1/D2
D2 ആണെന്നുണ്ടെങ്കിൽ പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി D2 by D1. ഇതിനെയാണ് നമ്മൾ പുള്ളി റേഷ്യോ എന്ന് പറയുന്നത്. സോ ദിസ് വൺ ഈസ് പുള്ളി റേഷ്യോ D2 by D1. അപ്പോൾ ഡയമീറ്ററുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡയമീറ്ററുകളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഡയമീറ്റർ ഓഫ് ദ പുള്ളി ഈസ് ഡിപ്പെൻഡന്റ്. സോ ഇവിടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനകത്ത് പുള്ളി റേഷ്യോ ഇസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ പുള്ളീസ്. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. മറ്റൊരു ചോദ്യം, ഫോർ എ ബെൽറ്റ് ഡ്രൈവ്, ശ്രദ്ധിച്ചോളൂ, ചെയ്യാൻ ശ്രമിച്ചോളൂ. ഫോർ എ ബെൽറ്റ് ഡ്രൈവ്, if the driver pulley has a diameter 150 mm, for a belt drive, driver pulley has a diameter of 150 mm and driven pulley is 450 mm. Velocity ratio and pulley ratio. Velocity ratio and pulley ratio. Velocity ratio and pulley ratio എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വേണ്ടത്. വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം, പുള്ളി റേഷ്യോ കണ്ടുപിടിക്കണം. നമ്മളോട് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒന്നായിരിക്കും. പുള്ളി റേഷ്യോയോ വെലോസിറ്റി റേഷ്യോ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് N2 by N1 is equal to D1 divided by D2. അപ്പോ ഇവിടെ തന്നിരിക്കുന്നത് ഡ്രൈവർ പുള്ളി ആസ് എ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 180, ഡ്രിവൻ പുള്ളി 450. അപ്പൊ ഇവിടെ D1 by D2 ആണ്. D1 by D2 എന്ന് പറയുമ്പോൾ വെലോസിറ്റി റേഷ്യോ D1 by D2 എന്ന് പറയുമ്പോൾ D1 എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് 150 ഡിവൈഡ് ബൈ ഡ്രിവൺ എന്ന് പറഞ്ഞിരിക്കുന്നത് 450. അപ്പൊ എത്രയാ വരിക? 1/3. സോ 1:3 ആണ് വെലോസിറ്റി റേഷ്യോ. അങ്ങനെയാണെങ്കിൽ പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/VR ആണ്, 1 വെലോസിറ്റി റേഷ്യോ ആണ്. അപ്പൊ 3:1 ആയിരിക്കും അവിടെ പുള്ളി റേഷ്യോ എന്ന് പറയുന്നത്. സോ വെലോസിറ്റി റേഷ്യോ 1:3, പുള്ളി റേഷ്യോ അതിന്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് ഈസ് 3:1. ഓപ്ഷൻ ബി will be the answer. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ N2 by N1 is equal to D1 by D2. N2 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡ് ബൈ N1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഡ്രൈവർ. ഓക്കെ, സോ ഡ്രൈവിംഗ് പുള്ളിയുടെ സ്പീഡാണ് N1, ഡ്രിവൺ പുള്ളിയുടെ സ്പീഡാണ് N2. സോ ഡ്രിവൺ ഡിവൈഡ് ബൈ ഡ്രൈവിംഗ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ഡ്രൈവിംഗ് ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ. ഇഫ് യു ആർ കൺസിഡറിംഗ് ദ തിക്നെസ് ഓഫ് ടി, ആ ടി ആഡ് ചെയ്താൽ മതി. സോ റിലേഷൻ ഓർത്താൽ മതി. ടി ഉണ്ടെങ്കിൽ ടി ഉദ്ദേശിക്കുന്ന തിക്നെസ് ഓഫ് ദ ബെൽറ്റ് ആണ്. സോ ബെൽറ്റിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡയമീറ്ററിനൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. സോ D1 plus T ഡിവൈഡ് ബൈ D2 plus T. ഓക്കെ, സോ മനസ്സിലാക്കിയിരുന്നാൽ മതി വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഫോർ എ ബെൽറ്റ് വിഡ്ത്ത് ബി, ഫോർ എ ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ആണെന്നിരിക്കട്ടെ, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. The conveyor pulley, the pulley face width L is given by. അപ്പോ പുള്ളിക്കകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പുള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ബെൽറ്റ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു വിഡ്ത്ത് ഉണ്ടാവുമല്ലോ, L എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊണ്ടുവരിക? സോ ഫോർ എ ബെൽറ്റ് വിഡ്ത്ത് ബി, conveyor pulley, the pulley face width L is given by. Option A, that is L is equal to B plus edge clearance, B plus edge clearance. L is equal to B minus 2 into edge clearance. L is equal to B plus 2 into edge clearance. Option D, L is equal to B. എന്താ വരിക? അതായത് ഈ പറയുന്ന പുള്ളിയുടെ ഫേസ് വിഡ്ത്ത് L എത്രയാണ്, നമ്മളുടെ ബെൽറ്റിന്റെ വിഡ്ത്ത് ബി ആണെന്നുണ്ടെങ്കിൽ റിലേഷൻ എങ്ങനെയാണ്?
എന്തായിരിക്കും ഉത്തരം വരിക? സോ ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാകും, ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാകും, രണ്ട് ഭാഗത്തും ക്ലിയറൻസ് ഉണ്ടാകും. സോ 2 ടൈംസ് ക്ലിയറൻസ്, 2 ടൈംസ് എഡ്ജ് ക്ലിയറൻസ് വരും. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഈ എൽ ഈസ് ഈക്വൽ ടു നമ്മളുടെ ബി പ്ലസ് ഇവിടുത്തെ സി, ഇവിടുത്തെ സി, 2 ടൈംസ് സി ഉണ്ടാകും. ഓക്കെ, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നമ്മുടെ ബെൽറ്റ്, ഇതാണ് നമ്മുടെ ബെൽറ്റ്. ബെൽറ്റിന്റെ വിഡ്ത്താണ് ബി, ടോട്ടൽ പുള്ളിയുടെ വിഡ്ത്താണ് എൽ. ഈ എൽ മൈനസ് ബി എന്ന് പറയുന്നത് 2 ടൈംസ് ക്ലിയറൻസ് ആയിരിക്കും. ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാകും, ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാകും. ഓക്കെ ആണോ? അതിനകത്തുനിന്ന് എൽ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2 ടൈംസ് സി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പുള്ളി ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി എന്താണ് സംഗതി എന്നുള്ളത്. മറ്റു ചോദ്യം, ഇൻക്രീസിംഗ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി വിൽ ഡാഷ്. അതായത് നമ്മുടെ പുള്ളിയിൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ബെൽറ്റ് ആൻഡ് പുള്ളിയിൽ ഇൻക്രീസിംഗ് ആർക്ക് ഓഫ് കോണ്ടാക്ട് വിൽ, ഓപ്ഷൻ എ ഇൻക്രീസ് പവർ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ബി റിഡ്യൂസ് സ്ലിപ്പ്, ഓപ്ഷൻ സി ഇൻക്രീസ് എഫിഷ്യൻസി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ബേസിക് ചോദ്യം. ആർക്ക് ഓഫ് കോണ്ടാക്ട്, ഈ പറയുന്ന ടേമുകളെല്ലാം സിലബസിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന ബെൽറ്റിന്റെ തിക്നെസ്, അല്ലെങ്കിൽ ഫേസ്, പുള്ളിയുടെ ഫേസിന്റെ ഡിസ്റ്റൻസ് മെഷർമെന്റ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, ഇതൊക്കെ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പൊ എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് പോവുക. ഇൻക്രീസിംഗ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി വിൽ ഡാഷ് ഇൻക്രീസ് പവർ ട്രാൻസ്മിഷൻ, റിഡ്യൂസ് സ്ലിപ്പ്, ഇൻക്രീസ് എഫിഷ്യൻസി, ഓൾ ഓഫ് ദം. എന്താ വരിക? യെസ്, ഇവിടെ ഉത്തരം ഓൾ ഓഫ് ദി അബോവ് വരും കേട്ടോ. അപ്പൊ എന്താണ് ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ബെൽറ്റ് ഇതിലൂടെ നമ്മൾ പുള്ളിയിലൂടെ കടത്തിവിടുന്ന സമയത്ത് എത്രത്തോളം ഏരിയയിലാണ് അവിടെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, എത്രത്തോളം ഏരിയയിലാണ് ആ ഒരു ബെൽറ്റ് നമ്മുടെ പുള്ളിയിൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടാക്ട് ഏരിയ ആണ് ടോർക്ക് ട്രാൻസ്മിഷൻ, പവർ ട്രാൻസ്മിഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മാക്സിമം അവിടെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും ഫ്രിക്ഷൻ കിട്ടും, അത്രയും പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പവർ ട്രാൻസ്മിഷൻ കൂടും, സ്ലിപ്പ് കുറയും, എഫിഷ്യൻസി കൂടും. സോ ഉത്തരം ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ ആണോ? എന്താണ് ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പുള്ളിയിലാണല്ലോ നമ്മുടെ ബെൽറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ ബെൽറ്റ് വന്നിട്ട് എത്രത്തോളം കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂടുമ്പം സ്വാഭാവികമായിട്ടും പവർ ട്രാൻസ്മിഷൻ കൂടും, എഫിഷ്യൻസി കൂടും, സ്ലിപ്പ് കുറയും. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റു ചോദ്യം, ഇൻ എ ബെൽറ്റ് ഡ്രൈവ് the sense of rotation of both the pulley is same. Sense of rotation of both the pulley is same. The drive is used is dash. രണ്ട് പുള്ളിയും, ഒന്നാമത്തെ പുള്ളി ഇത് രണ്ടാമത്തെ പുള്ളി, രണ്ട് പുള്ളിയും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഡ്രൈവ് ആണ്? യെസ്, സംശയം വേണ്ട, ഓപ്പൺ ഡ്രൈവ്. ഓപ്പൺ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പുള്ളിയും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. സോ അതാണ് ഓപ്പൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ക്രോസ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോ അത് ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഒന്ന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ടാമത്തെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓപ്പൺ ഡ്രൈവ് എന്താണ്, ക്രോസ് ഡ്രൈവ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ഡ്രൈവ്. സോ ഇത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഇത് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സോ ടൈറ്റ് സൈഡ്, സ്ലാക്ക് സൈഡ്. Okay, fine.
മറ്റൊരു ചോദ്യം, ബലാറ്റ ബെൽറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് എബോവ്. ബലാറ്റ എന്ന് പറയുന്ന ബെൽറ്റ് മെറ്റീരിയൽ ബലാറ്റ എന്ന് പറയുന്ന മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി യൂസ്ഡ് എബോവ് -°C. എത്ര ടെമ്പറേച്ചറിന് മുകളിൽ അത് ഉപയോഗിക്കരുത്? 25°C, 35°C, 40°C, 60°C. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം ബിനോയ് ശ്രദ്ധിച്ചോളൂ. ബിനോയ് ഉത്തരം 40°C ആണ്. 40°C. ബെലാറ്റ ബെൽറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് എബോവ് 40°C. അപ്പം 40°C മുകളിലേക്ക് ബെലാറ്റ ബെൽറ്റ് യൂസ് ചെയ്യരുത്. മറ്റു ചോദ്യം, ബെലാറ്റ ബെൽറ്റ് ആർ നോട്ട് വാട്ടർ പ്രൂഫ്, അഫക്ട് ബൈ അനിമൽ ഓയിൽസ്, നോട്ട് ആസിഡ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആൻഡ് ആസിഡ് പ്രൂഫ്. ഏതായിരിക്കും? ബെലാറ്റ ബെൽറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് അല്ല. യെസ്, ഇവിടെ പിന്നെ കറക്റ്റ് ആണ്. വാട്ടർ പ്രൂഫും ആസിഡ് പ്രൂഫും ആണ് കേട്ടോ. വാട്ടർ പ്രൂഫും ആസിഡ് പ്രൂഫും ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ 40°C മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ബെലാറ്റ ബെൽറ്റുമായി ബന്ധപ്പെട്ട് റബ്ബർ ബെൽറ്റിന് സിമിലാരിറ്റി ഉള്ളതാണ് ബെലാറ്റ. അവിടെ ബെലാറ്റ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. സോ ആസിഡ് പ്രൂഫും ആണ്, വാട്ടർ പ്രൂഫും ആണ്. ഓക്കെ, അതുപോലെ തന്നെ അനിമൽ ഓയിൽസും ആൽക്കലീസും ഒന്നും അവിടെ അഫക്ട് ചെയ്യുന്നില്ല. ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവിടെ 40°C മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. 40°C മുകളിലേക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ. ബെൽറ്റ് മെറ്റീരിയൽ അറിയാം. അത്തരത്തിൽ ലെതർ ഉണ്ട്, റബ്ബർ ഉണ്ട്, അല്ലെങ്കിൽ ബെലാറ്റ ഉണ്ട്, കോട്ടൺ ഫാബ്രിക്സ് ഉണ്ട്. അങ്ങനെ കുറെ അധികം ബെൽറ്റ് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് മെറ്റീരിയൽ ആണ് ബെലാറ്റ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഇൻ എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓൺ ദ പുള്ളി ഈസ്. ഇൻ എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് പുള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആർക്ക് ഓഫ് കോണ്ടാക്ട് തന്നെയാണ്. ആർക്ക് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പുള്ളി ഈസ് ഈക്വൽ ടു ദ ഓപ്പൺ ഡ്രൈവ്, more than that of open drive, less than that of open drive, 0. Cross belt. ക്രോസ് ബെൽറ്റ് ഡ്രൈവില് എങ്ങനെയാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് വരിക? യെസ്, മോർ ദാൻ ദാറ്റ് ഓഫ് ഓപ്പൺ. കറക്റ്റ് ആണ് ജിഷ്ണു. മോർ ദാൻ ദാറ്റ് ഓഫ് ഓപ്പൺ ഡ്രൈവ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടും. ഒന്നാമത് നമ്മൾ കണ്ടു, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവില് രണ്ട് പുള്ളിയും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ആണ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എല്ലാവരും ശ്രദ്ധിച്ചേ, രണ്ടും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. സംശയമൊന്നുമില്ലല്ലോ. ആദ്യ ഒരു ചോദ്യമായിട്ട് കണ്ടു. ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. രണ്ടാമത്, ബെൽറ്റിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ലെങ്ത് ഓഫ് ബെൽറ്റ് റിക്വയർഡ്, ഈ രണ്ട് പുള്ളി തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബെൽറ്റിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ക്രോസ് ബെൽറ്റിനെക്കാട്ടിൽ കുറവ് മതി. ലെങ്ത് ഓഫ് ബെൽറ്റ് ഈസ് സ്മോൾ. ഇപ്പൊ ലെങ്ത് ഓഫ് ബെൽറ്റ് കുറവ് മതി എവിടെ? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ. മറ്റേതിനെ ചുറ്റിയൊക്കെ എടുക്കുന്നുണ്ട്, കൂടുതൽ വേണ്ടി വരും. ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ തുടക്കം രണ്ടും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ബെൽറ്റ് കൂടുതലാണ്. മൂന്നാമത്, ആംഗിൾ ഓഫ് ലാപ്പ് ഈസ് ഡിഫറെന്റ് ഫോർ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളി. അതിൽ ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ മുതലാണ് കോണ്ടാക്ട്, ഇവിടെ മുതൽ ഇങ്ങനെ ഇവിടെ വരെ, ഇതാണ് ആംഗിൾ ഓഫ് ലാപ്പ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇവിടെ മുതൽ ഇവിടെ വരെ ആംഗിൾ ഓഫ് ലാപ്പ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ് ഇവിടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ. എന്നാൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളി രണ്ടും ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുക. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടേക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ടാമത് ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ ലെങ്ത് നമ്മൾ ഈ പറഞ്ഞ ചുറ്റിയൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ലെങ്ത് അല്പം കൂടുതലായിരിക്കും. സോ ലെങ്ത് ഓഫ് ബെൽറ്റ് ഈസ് ലാർജർ. പിന്നീട് ഈ പറയുന്ന ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. സോ സെയിം ഫോർ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളി. അത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓപ്പൺ ആൻഡ് ക്രോസ് ബെൽറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റു ചോദ്യം, ദ ഡ്രൈവ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾ ഈസ് കോൾഡ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്. ഷാഫ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾ, സംശയമൊന്നുമില്ല, ക്വാർട്ടർ ടേൺ ആണ്. ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഷാഫ്റ്റ് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇത്തരത്തിൽ ഷാഫ്റ്റ് ഇവിടെയും റൈറ്റ് ആംഗിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ്. സോ ചിത്രത്തിൽ കൊടുത്ത പോലെ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, എ കോൺ പുള്ളി ഡ്രൈവ് ഈസ് യൂസ്ഡ് വെൻ. എപ്പോഴാണ് കോൺ പുള്ളി ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ടാവുക?
A cone pulley drive is used when constant speed is required, variable speed is required, shaft are non-parallel, shaft are at a right angle. സംശയമൊന്നുമില്ല, വേരിയബിൾ സ്പീഡ് അല്ലെ, വേരിയബിൾ സ്പീഡാണ്. കോൺ പുള്ളി നമ്മൾ സാധാരണഗതിയിൽ വേരിയബിൾ സ്പീഡാണ്. അപ്പോൾ ഡിഫറെന്റ് സ്പീഡ് നമുക്ക് ഇവിടെ ഓരോ പുള്ളിയിലേക്ക് നമ്മൾ ബെൽറ്റ് മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് സ്പീഡ് കിട്ടും. സോ അതാണ് ഇത്തരത്തിൽ കോൺ പുള്ളി ഡ്രൈവിന്റെ പ്രത്യേകത. സംശയമൊന്നുമില്ല, ക്ലിയർ ആണ്. മറ്റൊരു ചോദ്യം, ദ ഐഡ്ലർ പുള്ളി ഇൻ എ ബെൽറ്റ് ഡ്രൈവ് ഇസ് യൂസ്ഡ് ടു. ഐഡ്ലർ പുള്ളി അല്ലെങ്കിൽ നമ്മൾ ജോക്കി പുള്ളി എന്ന് വിളിക്കാറുണ്ട്. ജോക്കി പുള്ളി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് പവർ, change the direction of rotation, increase angle of contact and belt tension, reduce belt tension. സംശയമൊന്നും വേണ്ട, ബിനോയ് കറക്റ്റ് ആണ്, ജിഷ്ണു കറക്റ്റ് ആണ്. ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആൻഡ് ബെൽറ്റ് ടെൻഷൻ കൂട്ടാനും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടാനും അതനുസരിച്ച് പവർ ട്രാൻസ്മിഷനും എഫിഷ്യൻസിയും കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജോക്കി അല്ലെങ്കിൽ ഐഡ്ലർ പുള്ളി എന്ന് പറയും. ഐഡ്ലർ പുള്ളി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈറ്റ്നസ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ആ ഒരു കോണ്ടാക്ട് ഇവിടെ നമുക്ക് കൂട്ടാൻ സാധിക്കും, ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ സാധിക്കും, ഇവിടെ കൂട്ടാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പവർ ട്രാൻസ്മിഷൻ കൂടും. ഓക്കെ, സോ അതാണ് ജോക്കി പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് അറേഞ്ച്മെന്റ്? തന്നിരിക്കുന്നതിനകത്ത് ആ ഒരു ബെൽറ്റ് ഡ്രൈവ് അറേഞ്ച്മെന്റ് അല്ലാത്തത് ഏത്? ഓപ്പൺ ഡ്രൈവ്, ക്രോസ് ഡ്രൈവ്, ക്വാർട്ടർ ടേൺ, ഹെലിക്കൽ ഡ്രൈവ്. സംശയമൊന്നുമില്ല, എല്ലാവർക്കും കറക്റ്റ് ആണ്. ജിഷ്ണു, ബിനോയ് ഒക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഹെലിക്കൽ ഡ്രൈവ് തന്നെയാണ്. അല്ലെ, ഹെലിക്കൽ ഡ്രൈവ് വരിക ഗിയർ ഡ്രൈവില, ബെൽറ്റ് ഡ്രൈവിനകത്തല്ല ഹെലിക്കൽ ഡ്രൈവ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ സിലബസ് നോക്കുമ്പോൾ, സിലബസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി എല്ലാവരും നോക്കി 7 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണം. 7 ചോദ്യങ്ങൾ. മെറ്റീരിയൽ ഓഫ് ബെൽറ്റ്, ലെതർ, ബെലാറ്റ അങ്ങനെയുള്ള മെറ്റീരിയൽ. സ്ലിപ്പ്, ക്രീപ്പ് എന്താണ്? വെലോസിറ്റി റേഷ്യോ, വെലോസിറ്റി ഓഫ് ബെൽറ്റ് എന്താണ്? ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്താണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ സിമ്പിൾ എക്സസൈസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡ്, വെലോസിറ്റി റേഷ്യോ, നമ്പർ ഓഫ് ബെൽറ്റ് റിക്വയർഡ്, വെലോസിറ്റി പുള്ളി റേഷ്യോ എന്താണ്? സോ ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് പുള്ളി വിത്ത് പുള്ളി ഫേസ്, വെലോസിറ്റി റേഷ്യോ. ചെയിൻ ഡ്രൈവ് അല്ല, അതൊരു മിസ്റ്റേക്ക് ആണ്. ചെയിൻ ഡ്രൈവ് ഒന്നും അതിനകത്ത് വരത്തില്ല. അപ്പൊ ഇത്തരത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയർ, ഗിയറിന്റെ പല ടൈപ്പ് ഗിയറുകൾ. കാസ്റ്റ് ഗിയറും മെഷീൻ ഗിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൊഫൈൽ, ടെർമിനോളജി, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നിന്ന് വരുന്നത്. 7 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. നമുക്ക് കിട്ടില്ലേ? 7 ചോദ്യങ്ങളും കിട്ടില്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? മോഡ്യൂൾ ക്ലിയർ ആണോ? എന്താണ് പഠിക്കേണ്ടത്, എന്താണ് വരാൻ സാധ്യതയുള്ളത്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ രൂപേണ നമ്മളത് മനസ്സിലാക്കി. ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിവതും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ച് പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ തെറ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ തെറ്റ് സ്വാഭാവികമാണെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അതൊരു ചെറിയൊരു അഡ്വൈസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ കഴിവതും ആ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് നോക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പം നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല രീതിയിൽ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഉത്തരവൊക്കെ പറഞ്ഞു. അതിന് സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത സെഷനിൽ മറ്റൊരു മൊഡ്യൂളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.